എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്പിരിച്വൽ ഡയറിയിലേക്ക് സ്വാഗതം. ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ ചാനൽ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത ദിവസം അതിരാവിലെ തന്നെ എല്ലാവരും ഉറക്കമണീറ്റ് റെഡിയായി. ഷൂട്ടിനുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിച്ചു. പ്രത്യേകിച്ച് മഴക്കോളും കാറ്റും ഒന്നും തന്നെ ഇല്ലാത്ത ഒരു പുലരിയായതുകൊണ്ട് തന്നെ അവർക്ക് വല്ലാത്ത കോൺഫിഡൻസ് ആയിരുന്നു. എല്ലാവരും ഇന്ന് ആദ്യത്തെ പാർട്ട് ഷൂട്ട് ചെയ്ത് തീർക്കണമെന്ന നിശ്ചയത്തിൽ ഹാളിൽ ഒത്തുകൂടി. അലൻ തൻ്റെ ക്യാമറ എടുത്തു. എല്ലാവരും റെഡിയായി പുറത്തേക്ക് ഇറങ്ങാനായി നിന്നു. എന്നാൽ ഒരു തടസ്സം മുടക്കിയെന്ന പോലെ അവരെ ഏവരെയും അസ്വസ്ഥമാക്കിക്കൊണ്ടായിരുന്നു കഥയിൽ ആരോ വന്ന് മുട്ടിയത്. എല്ലാവരും തികച്ചും ദേഷ്യത്തോടെ മുഖം ചുളിച്ചുകൊണ്ട് പരസ്പരം നോക്കി. ഷോ, ഈ സമയത്ത് ഇതാരാ? സന്ദീപ് ദേഷ്യം സഹിക്കാൻ വയ്യാതെ സ്ക്രിപ്റ്റ് പേപ്പറുകൾ ചുരുട്ടിക്കൂട്ടി സോഫയിലേക്കിട്ടു. മുഖം ചുളിച്ചുകൊണ്ട് കഥകിനടുത്തേക്ക് നടന്നു. ആ കിളവനായിരിക്കും, തോബിയാസ് പറഞ്ഞു. സന്ദീപ് കഥക് വലിച്ചു തുറന്നു. അലസഭാവത്തോടെയാണ് ആരാണെന്ന് നോക്കിയതെങ്കിലും പെട്ടെന്ന് തന്നെ അവൻ്റെ മുഖത്ത് അത്ഭുതം വിടർന്നു. അവൻ അറിയാതെ തന്നെ വാ പൊളിച്ചു നിന്നുപോയി. അവൻ്റെ ആ നിൽപ്പ് പുറകിൽ എല്ലാവരും നോക്കി നിന്നു. ആരാണ് പുറത്തെന്ന് അവർക്ക് വ്യക്തമല്ല. സന്ദീപിൻ്റെ മുൻപിൽ അതിസുന്ദരിയായ വെറോണിക നിൽക്കുന്നു. വളരെ കടുത്ത ചുവപ്പ് നിറത്തിലെ ലിപ്സ്റ്റിക്ക് അവളുടെ ഭംഗിയെ വല്ലാതെ കൂട്ടിയിരുന്നു. നീണ്ട മുടിയഴിച്ച് മുൻപിലൊരു വശത്തേക്കായി ഇട്ടിരിക്കുന്നു. ഷോർട്ട് ടൈറ്റായിട്ടുള്ള ഒരു ഫ്രോക്ക് ധരിച്ചിരിക്കുന്നു. വലിയ ഹീൽസ് ധരിച്ചിരുന്നതിനാൽ അവനേലും വലുതായി തോന്നി. അവൻ അവളെ അടിമുടി നോക്കി. വെറോണിക അല്പം പുഞ്ചിരിയോടെ ചോദിച്ചു, എന്താ ഇങ്ങനെ നോക്കുന്നേ? സന്ദീപ് ഒന്ന് ഞെട്ടി. അവളുടെ മുഖത്തേക്ക് നോക്കി. ആ നീലക്കണ്ണുകൾ വളരെ സുന്ദരമായിരുന്നു. അവയിൽ നിന്നും കണ്ണെടുക്കാൻ അവന് കഴിഞ്ഞില്ല. ഹലോ, വെറോണിക വീണ്ടും ചോദിച്ചു. ആരാ? സന്ദീപ് ഇടറിയ ശബ്ദത്തോടെ ചോദിച്ചു. ഞാൻ വെറോണിക, ബെഞ്ചമിൻ്റെ കസിനാണ്. വെറോണിക മെല്ലെ കൈ ഉയർത്തി സന്ദീപിനെ പുറകിലേക്ക് തള്ളിമാറ്റി അകത്തേക്ക് നടന്നു. എല്ലാവരും അവളെ കണ്ട് ഞെട്ടി നിന്നുപോയി. സോഫയിൽ നിന്നും തിരക്കിട്ട് സ്ക്രിപ്റ്റ് പേപ്പറുകൾ പെറുക്കിക്കൊണ്ടിരുന്ന ബ്രൂണോ അവളെ കണ്ടതും അറിയാതെ വീണ്ടും അവ താഴേക്കിട്ടു. കയ്യിൽ നിന്നും വഴുതിപ്പോയി എന്ന് വേണം പറയാൻ. ജൂലിയും ക്രിസ്റ്റീനയും ആംബറും വളരെ അസൂയയോടെ നോക്കി നിന്നു. ഹേ ഗായ്സ്, നൈസ് ടു മീറ്റ് യു ആൾ. ഞാൻ വെറോണിക, ബെഞ്ചമിൻ്റെ കസിനാണ്. അടുക്കി വെച്ച മനോഹരമായ വെളുത്ത പല്ലുകൾ കാട്ടി അവൾ ചിരിച്ചു. ആ ചിരി അവരെ എല്ലാവരെയും മയക്കി. വെറോണിക മെല്ലെ അവർക്ക് അടുത്തെത്തി. അവളുടെ അടുത്തു നിന്നും വന്ന പാലപ്പൂവിൻ്റെ ഗന്ധം അവരെ കൂടുതൽ ആകർഷിച്ചു. നിങ്ങൾ ആരും എന്താ മിണ്ടാത്തെ? അവൾ ചോദിച്ചു. ഹായ്, ഞാൻ ബ്രൂണോ. സ്നേഹത്തോടെ ബ്രൂണോ അവൾക്കരികിലേക്ക് എടുത്തു. അവൾ മെല്ലെ പുറകോട്ടേക്ക് നീങ്ങി. ബ്രൂണോനെ അടിമുടിയൊന്ന് നോക്കി. ബ്രൂണോൻ്റെ മുഖത്ത് ഒരു തരം നാണം അനുഭവപ്പെട്ടു. അത് കണ്ട് എല്ലാവരും മുഖം ചൊളിച്ചുകൊണ്ട് അവനെ നോക്കി. എവിടെ എൻ്റെ ബ്രോ ബെഞ്ചമിൻ? വെറോണിക മുകളിലുള്ള മുറികളിലേക്ക് നോക്കി. പെട്ടെന്ന് തന്നെ റൂം തുറന്ന് ബെഞ്ചമിൻ താഴേക്ക് സന്തോഷത്തോടെ ഇറങ്ങി വരുന്നതാണ് അവർ എല്ലാവരും കണ്ടത്. ഹേ വെറോണിക, നീ വന്നോ? ഞാൻ കാത്തിരിക്കുകയായിരുന്നു. ബെഞ്ചമിൻ വെറോണികയുടെ 2 കൈകളും പിടിച്ച് അവളെ സോഫയിലിരുത്തി. ഹേ ഗായ്സ്, ഇതാണ് എൻ്റെ കസിൻ വെറോണിക. ഞാൻ വന്നെന്നറിഞ്ഞ് എന്നെ കാണാൻ വന്നതാ. കുറച്ച് ദിവസം കഴിഞ്ഞ് ഇവിടെ നിന്നും പോവൂ. അത് കേട്ടതും ബ്രൂണോയുടെയും തോബിയാസിൻ്റെയും എബിൻ്റെയും എല്ലാം മുഖത്ത് പുഞ്ചിരി വിടർന്നു. ബെഞ്ചു, എൻ്റെ 2 സിസ്റ്റേഴ്സ് കൂടി വന്നിട്ടുണ്ട്. അവർ പുറത്ത് നിൽക്കുക. ഞാൻ വിളിക്കട്ടെ? വെറോണിക മുടി മെല്ലെ ഒതുക്കി വെച്ചുകൊണ്ട് ചോദിച്ചു. യെസ്, അവരെ ഇങ്ങ് വിളിക്കേ, ബെഞ്ചമിൻ സന്തോഷത്തോടെ പറഞ്ഞു. വെറോണിക പുറത്തേക്ക് നോക്കി ഉറക്കെ വിളിച്ചു. ഡാസി, ബെർലീന. വിളി കേൾക്കേണ്ട താമസം 2 സുന്ദരികൾ അകത്തേക്ക് ഒരേ താളത്തിൽ നടന്നു വന്നു. സൗന്ദര്യത്തിൽ വെറോണികയുടെ ഒപ്പത്തിനൊപ്പം ഡാർസിയും നല്ല ചുവപ്പ് നിറത്തിലെ ലിപ്സ്റ്റിക്ക് ധരിച്ചിരിക്കുന്നു. ഹേസൽ കണ്ണുകൾ, ചുരുണ്ട നീട്ടം കുറഞ്ഞ ന്യൂഡിൽസ് മുടി, ഷോർട്ട് സ്കേർട്ടും ടൈറ്റ് ടോപ്പും ധരിച്ചിരിക്കുന്നു. വളരെ ചെറിയ വസ്ത്രമായതുകൊണ്ട് തന്നെ അവളുടെ ശരീരഭംഗി എടുത്തറിഞ്ഞു. ബെർലീന ആൾ കണ്ടാൽ കൂട്ടത്തിൽ ഇളയതാണെന്ന് തോന്നിപ്പോകും. കുട്ടിത്തം മാറാത്ത പോലെയുള്ള ഉരുണ്ട മുഖം, പാവയുടേതുപോലെയുള്ള വലിയ ബ്രൗൺ കണ്ണുകൾ, നീണ്ട മുടി പോണിറ്റയിൽ കെട്ടിയിരിക്കുന്നു. ചുണ്ടിന് മുകളിലായി എടുത്തെറിയാൻ പാകത്തിന് ഒരു മറുകുണ്ട്.
ടൈറ്റ് ബ്ലാക്ക് ലോങ് ഫ്രോക്ക് ധരിച്ചിരിക്കുന്നു. രണ്ടുപേരും വലിയ ഹീൽസ് ഇട്ടിരിക്കുന്നു. അവരുടെ നീണ്ട കാലുകൾ എടുത്തറിയുന്നു. ബെർലിനെയും ഡാസിയും നടന്ന് വെറോണികയുടെ അപ്പുറത്തും ഇപ്പുറത്തുമായിരുന്നു. എല്ലാവരും ആ കാഴ്ച കണ്ട് അത്ഭുതത്തോടെ നോക്കി നിന്നു. നിങ്ങൾ ഷൂട്ട് പോയി കണ്ടിന്യൂ ചെയ്തോളൂ, സമയം കളയണ്ട, ബെഞ്ചമിൻ ഗൗരവത്തോടെ പറഞ്ഞു. അത് കേട്ടപാടെ അവർ പരസ്പരം നോക്കി. എന്നാൽ നമുക്ക് ഷൂട്ട് തുടങ്ങിയാലോ? അലൻ ക്യാമറ എടുത്തുകൊണ്ട് ചോദിച്ചു. കുറച്ചുനേരം ഇവിടെ നിന്നിട്ട് പോയാൽ പോരെ? സന്ദീപ് ആ വന്നിരിക്കുന്ന 3 സുന്ദരികളെയും നോക്കിക്കൊണ്ട് പറഞ്ഞു. ഓഹോ, ഇപ്പോൾ അങ്ങനെയായോ? എവിടെ പോയി നിന്റെ ഈ സീരിയസ്നെസ് ഒക്കെ? എൻട്രിക്ക് ചോദിച്ചു. അത് മോനെ എൻട്രിക്ക്, ചില കാഴ്ചകളൊക്കെ നമുക്ക് ജീവിതത്തിൽ ഒരിക്കലേ കാണാൻ പറ്റൂ. അങ്ങനെയുള്ള കാഴ്ചയാണ് ഇവർ. വാവ്, എന്താ ലുക്ക്, സന്ദീപ് പറഞ്ഞു. എന്നാൽ നീ ഇവിടെ നിന്നോ, ഞങ്ങൾ പോയി ഷൂട്ട് ചെയ്തോളാം, അലൻ പറഞ്ഞിട്ട് പുറത്തേക്ക് പോയി. എല്ലാവരും അവൻ്റെ പുറകെയും. അയ്യോ പോവല്ലേ, ഞാൻ വരട്ടെ, നിക്ക്. സന്ദീപ് അവരുടെ പുറകെ ഓടിച്ചെന്നു. അവരെല്ലാവരും ഗേറ്റിന് പുറത്തെത്തി. ക്യാമറ സെറ്റ് ചെയ്ത് ഷൂട്ട് തുടങ്ങി. പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നും തന്നെയില്ലാതെ ഷൂട്ട് തുടങ്ങി. ഇതേ സമയം ബെഞ്ചമിൻ വെറോണിക്കയ്ക്ക് സിസ്റ്റേഴ്സിനും താഴെയുള്ള അവരുടെ മുറികൾ കാണിച്ചു കൊടുത്തു. ശേഷം അവർ 4 പേരും ബംഗ്ലാവിന് പുറത്തേക്ക് ചെന്നു. ദൂരെ ഗേറ്റിനടുത്ത് അഭിനയിച്ച് നിൽക്കുന്ന കൂട്ടരെയും അത് നോക്കി നിൽക്കുന്ന മറ്റു കൂട്ടരെയും മാറി മാറി നോക്കിക്കൊണ്ട് വെറോണിക്ക ചോദിച്ചു. എൻട്രിക്ക് ഇതിലേതാ? ബെഞ്ചമിൻ അല്പം ദേഷ്യത്തോടെ പറഞ്ഞു. ആ അഭിനയിക്കുന്ന കൂട്ടത്തിൽ യെല്ലോ ഷർട്ട്. വെറോണിക്ക പുഞ്ചിരിയോടെ അവനെ നോക്കി. സ്റ്റെല്ലയെ കുറ്റം പറയാൻ പറ്റില്ല, ഹീസ് ഹാൻസം, വെറോണിക്ക പറഞ്ഞു. ബെഞ്ചമിൻ അല്പം ദേഷ്യത്തോടെ വെറോണിക്കയെ നോക്കി. ഹാ, നിന്റെ എത്രയും വരില്ല അവൻ, വെറോണിക്ക ബെഞ്ചമിനെ അടിമുടി നോക്കിക്കൊണ്ട് പറഞ്ഞു. ശേഷം വെറോണിക്കയും സഹോദരിമാരും ബെഞ്ചമിനും അവരവരുടെ റൂമുകളിലേക്ക് പോയി. ഉച്ചയോടെ തന്നെ ഷൂട്ട് കഴിഞ്ഞ് ആകെ ക്ഷീണിച്ച് അവർ ഹാളിലേക്കെത്തി. ഓരോ സോഫയിലുമായി അവർ ഇരുന്ന് വിശ്രമിച്ചു. ഇന്നത്തെ ഷൂട്ട് അടിപൊളിയായിരുന്നു, എല്ലാവരും നന്നായി തന്നെ ചെയ്തു, സന്ദീപ് സന്തോഷത്തോടെ പറഞ്ഞു. അത് കേട്ടതും എല്ലാവർക്കും സന്തോഷമായി. താങ്ക് ഗോഡ്, ആദ്യമായിട്ട് നിന്റെ വായിൽ നിന്നും ഞങ്ങളെക്കുറിച്ച് ഒരു നല്ല വാക്ക് കേൾക്കുന്നത്, ക്രിസ്റ്റീന പറഞ്ഞു. ശരി ഗായ്സ്, ഞങ്ങൾ പോയി ഫുഡുണ്ടാക്കാം, ആംബർ പറഞ്ഞുകൊണ്ട് അടുക്കളയിലേക്ക് പോയി. അവളുടെ പുറകെ ക്രിസ്റ്റീനയും റോസ്ലിനും ചെന്നു. സ്റ്റെല്ല, ഞാനിന്ന് റൂമിലേക്ക് പോയിട്ട് വരാം, ജോലി പറഞ്ഞുകൊണ്ട് സ്റ്റെപ്പുകൾ കയറി മുകളിലേക്ക് ചെന്നു. ഞാനും വരാം, സ്റ്റെല്ല സോഫയിൽ നിന്ന് പറഞ്ഞുകൊണ്ട് എണീറ്റു. എന്നാൽ എൻട്രിക്ക് അവളുടെ കയ്യിൽ പിടിച്ച് വലിച്ച് അവളെ തിരിച്ച് സോഫയിലെത്തി. അവൾ ഞെട്ടി എൻട്രിക്കിനെ നോക്കി. നീ ഇങ്ങോട്ടാ പോണേ? നമുക്ക് സംസാരിക്കാൻ കിട്ടിയ ആകെ കുറച്ച് ടൈമാണിത്, എൻട്രിക്ക് അവളുടെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു. എന്തെന്നില്ലാത്ത നാണം അവൾക്ക് അനുഭവപ്പെട്ടു. അവൾ താഴേക്ക് നോക്കി. ഹേയ്, നാണിച്ചു നിൽക്കാതെ എന്തേലും പറ, എൻട്രിക്ക് സ്നേഹത്തോടെ അവളുടെ തലയിൽ തട്ടി. അവൾ അവനെ നോക്കി. നീ എന്തേലും ചോദിക്കേ, അവൾ അല്പം താഴ്ന്ന സ്വരത്തിൽ പറഞ്ഞു. ഓക്കെ, എന്നാൽ ഞാൻ തന്നെ ആദ്യം ചോദിക്കാം, എൻട്രിക്ക് സന്തോഷത്തോടെ നിവർന്നിരുന്നു. നിനക്ക് എന്നിൽ എന്തൊക്കെയോ ഇഷ്ടം? ആകാംക്ഷയോടെ അവൻ ചോദിച്ചു. അത് അങ്ങനെ ചോദിച്ചാൽ എല്ലാം ഇഷ്ടാ, സ്റ്റെല്ല പുഞ്ചിരിയോട് പറഞ്ഞു. ഓഹോ, എൻട്രിക്ക് അത്ഭുതത്തോടെ കണ്ണുകൾ മിഴിച്ചുകൊണ്ട് പറഞ്ഞു. അത് കണ്ട് അവൾ പൊട്ടിച്ചിരിച്ചു. എന്താ ഇവിടെ ഒരു സംസാരവും പൊട്ടിച്ചിരിയും? ഇബൻ ഓടി വന്ന് സ്റ്റെല്ലയുടെ അടുത്തായിരുന്നു. സ്റ്റെല്ല അവനെ തിരിഞ്ഞ് അല്പം പേടിയോടെ നോക്കി. എന്തേ മോളെ സ്റ്റെല്ലെ, വലിയ സംസാരത്തിലാണല്ലോ, എന്നോട് കൂടി പറ, എന്താ കാര്യം? ഇബൻ ചോദിച്ചു. സ്റ്റെല്ല ഒന്നും മിണ്ടാതെ എൻട്രിക്കിനെ തിരിഞ്ഞു നോക്കി. എൻട്രിക്ക് അല്പം ദേഷ്യത്തോടെ എബിൻ്റെ പുറത്ത് തട്ടിക്കൊണ്ട് പറഞ്ഞു. ഒന്ന് എണീറ്റ് പോയടാ, പോയ കിച്ചണിൽ ചെന്ന് അവരെയൊക്കെ സഹായിക്കാൻ നോക്ക്. നടക്കട്ടെ നടക്കട്ടെ, എനിക്കെല്ലാം മനസ്സിലാകുന്നുണ്ട്, എബിൻ അവിടെ നിന്നും പറഞ്ഞുകൊണ്ട് മുകളിലേക്ക് ഓടി. ഇവൻ്റെയൊക്കെ ഒരു കാര്യം സമാധാനത്തോടെ ഒന്ന് സംസാരിക്കാൻ അനുവദിക്കില്ല, എൻട്രിക്ക് അല്പം ദേഷ്യത്തിൽ പറഞ്ഞു. സ്റ്റെല്ല എൻട്രിക്കിൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു. എൻട്രിക്ക് ഒരുപാട് ദേഷ്യപ്പെടുന്ന കൂട്ടത്തിലാണോ? അല്ല, ഞാൻ ചുമ്മാ അവനെ വിരട്ടിയതല്ലേ. അയ്യേ, ഇതൊക്കെ എന്ത്? ഞാൻ ശരിക്കും ആളൊരു പാവാണ് കേട്ടോ, മോളിസ് പേടിക്കണ്ട, എൻട്രിക്ക് അവളുടെ കൈകൾ പിടിച്ചുകൊണ്ട് പറഞ്ഞു. എനിക്ക് ദേഷ്യപ്പെടുന്നവരെ പേടിയാ, എൻ്റെ അച്ഛൻ അങ്ങനെയായിരുന്നു, തൊട്ടാനും പിടിച്ചാനും ഒക്കെ ദേഷ്യപ്പെടും. അമ്മയെയും എന്നെയും ഒരുപാട് തല്ലുമായിരുന്നു. എൻ്റെ 10ാമത്തെ വയസ്സിലാണ് അവരുടെ ഡിവോഴ്സ്. പിന്നെ ഞങ്ങൾ 3 പേരും 3 വഴിക്കായിരുന്നു. ഞാൻ എൻ്റെ ഒരു ബന്ധുവിൻ്റെ വീട്ടിലായിരുന്നു പിന്നീട്.
അവരുടെ ജോലികളൊക്കെ ചെയ്ത് ജീവിക്കുന്ന ഒരു ജോലിക്കാരിയെ പോലെ. ഓർമ്മ വെച്ച കാലം മുതൽ ഞാൻ സ്നേഹം എന്താണെന്ന് അറിഞ്ഞിട്ടില്ല. എന്നെ സ്നേഹിക്കാൻ ആരും ഉണ്ടായിട്ടുമില്ല. പിന്നെ എനിക്ക് കിട്ടിയതാ ജൂലിയെയും ക്രിസ്റ്റിയെയും ഒക്കെ. പറഞ്ഞു നിർത്തിയതും അവൾ കരഞ്ഞു പോയിരുന്നു. എൻറിക്ക് ഒരു നിമിഷം അതെല്ലാം കേട്ട് ഒന്നും മിണ്ടാതെ സങ്കടപ്പെട്ടിരുന്നു. എന്താ ഒന്നും മിണ്ടാത്തെ? സ്റ്റെല്ല അവൻ്റെ തോളിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. അതെല്ലാം കേട്ടപ്പോൾ എനിക്കെന്തോ ഞാനൊക്കെ എത്ര ലക്കിയാണല്ലേ, എൻറിക്ക് ചോദിച്ചു. എല്ലാവരുടെയും ജീവിതം ഒരേപോലെ തന്നെ എഴുതപ്പെടില്ലല്ലോ, സ്റ്റെല്ല പറഞ്ഞു. ഇനിയിപ്പോൾ നിനക്ക് ഞാനുണ്ടല്ലോ, എൻറിക്ക് അവളെ സ്നേഹത്തോടെ നോക്കിക്കൊണ്ട് പറഞ്ഞു. അപ്പോൾ ഞാനോ? ബെഞ്ചമിൻ സ്വയം മന്ത്രിച്ചു. അവർ സംസാരിക്കുന്നതെല്ലാം മുകളിൽ നിന്നും അയാൾ നോക്കുന്നുണ്ടായിരുന്നു. ഒരു നിശ്ചിത ദൂരം വരെയുള്ള കാര്യങ്ങൾ കേൾക്കാൻ കഴിയുമായിരുന്നു വാമ്പയർ ഗണത്തിൽപ്പെട്ട അയാൾക്ക്. സമയം പിന്നിട്ടു. സ്റ്റെല്ലയും എൻറിക്കും ഒരുപാട് സംസാരിച്ചു. ശേഷം ഫുഡുമായി ക്രിസ്റ്റീനയും ആംബറും റോസ്ലിനും എത്തി. എല്ലാവരും ഡൈനിങ് ടേബിളിൽ ഒത്തുകൂടി. അതെ, അവരെ കൂടി വിളിക്കണ്ടേ? റോസ്ലിൻ പ്ലേറ്റുകൾ ടേബിളിലേക്ക് നിരത്തി വെച്ചുകൊണ്ട് ചോദിച്ചു. ശരിയാ ബ്രൂണോ, ചെന്നാ ബെഞ്ചമിനെ വിളിക്ക്, അലൻ പറഞ്ഞു. ഞാനോ? ഞാൻ തന്നെ അയാളുടെ അടുത്തേക്ക് പോകണോ? നീ പോ, ഞാൻ വേണേൽ ആ വെറോണിക്കയെ ചെന്ന് വിളിക്കാം, ബ്രൂണോ പറഞ്ഞു. ഹോ, എന്തൊരു പേടിയാടാ നിനക്ക്. അയാളെ ഞാൻ തന്നെ പോയി വിളിക്കാം, എൻ്റെയൊക്കെ പറഞ്ഞുകൊണ്ട് മുകളിലേക്ക് ഓടി. സ്റ്റെല്ല അതല്പം പേടിയോടെ നോക്കി നിന്നു. അയാൾ ആരെന്നുള്ള സത്യം പറയാൻ അവൾ വീണ്ടും വിട്ടുപോയിരിക്കുന്നു. എന്നാൽ സത്യങ്ങൾ എല്ലാവരും അറിഞ്ഞാൽ ഷൂട്ടിൽ നിന്ന് പോകുമോ എന്ന ഭയം അവളെ വല്ലാതെ അലട്ടി. അവൻ അയാളെ പോയി വിളിക്കുമ്പോഴേക്കും ഞാനും റോസ്ലിനും വെറോണിക്കയെയും സിസ്റ്റേഴ്സിനെയും വിളിക്കാം, ക്രിസ്റ്റീന പറഞ്ഞു. ഏയ്, ഞാൻ പോയിക്കോളാം, ബ്രൂണോ പറഞ്ഞു. ഹോ വേണ്ട മോനെ, നീ ഇവിടെ തന്നെ ഇരുന്നാൽ മതി, ഇരുന്ന് വേഗം ഫുഡ് തട്ടാൻ നോക്ക്, ക്രിസ്റ്റീന പറഞ്ഞുകൊണ്ട് വെറോണിക്കയുടെ റൂമിനടുത്തേക്ക് നടന്നു. പുറകെ റോസ്ലിനും ഉണ്ടായിരുന്നു. ബാക്കിയുള്ളവർ ഫുഡെല്ലാം വിളമ്പാൻ തുടങ്ങി. എൻറിക്ക് അയാളുടെ റൂമിന് മുന്നിലെത്തി. ബെഞ്ചമിനെ ഉറക്കെ വിളിച്ചു. സാർ. പെട്ടെന്ന് തന്നെ ബെഞ്ചമിൻ കതക് തുറന്നു. ഇതാരെ? എൻറിക്കോ? സന്തോഷത്തോടെ ബെഞ്ചമിൻ പറഞ്ഞു. സാർ, ലഞ്ച് റെഡി ആയിട്ടുണ്ട്. സാർ വരുന്നുണ്ട് കഴിക്കാൻ, അതോ ഫുഡ് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരട്ടെ? സാറിൻ്റെ സിസ്റ്റേഴ്സിനെ വിളിക്കുന്നുണ്ട്, എൻറിക്ക് വിനയത്തോടെ പറഞ്ഞു. വൈ നോട്ട്, വെയിറ്റ്, ഞാൻ ദാ വരാം, ബെഞ്ചമിൻ പറഞ്ഞുകൊണ്ട് ഡോറടച്ചു. റൂമിൽ നിന്നും പുറത്തേക്കിറങ്ങി. എൻറിക്കിൻ്റെ മുഖം സന്തോഷം കൊണ്ട് വിടർന്നു. ബെഞ്ചമിൻ എൻറിക്കിൻ്റെ മുഖത്തേക്ക് ഒരു നിമിഷം നോക്കി. എന്താ എൻറിക്, നീ വളരെ സന്തോഷത്തിലാണല്ലോ, അല്പം സംശയസ്വരത്തിൽ അയാൾ ചോദിച്ചു. അത് സാർ, ഞാൻ വിചാരിച്ചില്ല വിളിച്ച ഉടനെ സാർ വരുമെന്ന്, എൻറിക്ക് സന്തോഷത്തോടെ പറഞ്ഞു. അതല്ല, വേറെ എന്തൊക്കെയോ ഉള്ളിലുണ്ടല്ലോ, ആരെയെങ്കിലും നീ പ്രണയിക്കുന്നുണ്ടോ? ബെഞ്ചമിൻ അവൻ്റെ കണ്ണുകളിലേക്ക് ഒറ്റുനോക്കി. എൻറിക്ക് ഞെട്ടി ബെഞ്ചമിനെ നോക്കി. പറ, മടിക്കേണ്ട, ആകാംക്ഷയോടെ അയാൾ ചോദിച്ചു. സാർ എന്താ അങ്ങനെ ചോദിച്ചേ? ഞാനൊരു മെൻ്റലിസ്റ്റ് കൂടിയാണ്. എനിക്ക് നിൻ്റെ പെരുമാറ്റത്തിലൂടെയും പിന്നെതാ നിൻ്റെ ഈ ചിരിയില്ലേ, അതിലൂടെയും ഒക്കെ ഒരുപാട് കാര്യങ്ങൾ പറയാൻ പറ്റും. നീ ആരെയോ സ്നേഹിക്കുന്നുണ്ട്. ആ ആൾ ദൂരെയുള്ള ആളല്ല, ഇവിടെയുള്ള ആരുമാണ്. സാർ, ഈ മെൻ്റലിസം കൊള്ളാലോ, എന്നെ കൂടി പഠിപ്പിക്കുമോ? അതൊക്കെ അങ്ങനെ പെട്ടെന്ന് പഠിക്കാൻ പറ്റുന്നതല്ല. നീ ഇത് പറ, ആരാ ആൾ? അത് സാർ തന്നെ ഗസ്റ്റ് ചെയ്. ഓക്കെ. ബെഞ്ചമിൻ എന്തൊക്കെയോ കാര്യങ്ങൾ ചിന്തിക്കുന്ന പോലെ അഭിനയിച്ചു. പിടികിട്ടി, ആ ചുരുണ്ട മുടിയുള്ള പെണ്ണല്ലേ, അവളുടെ പേരെന്താ? ക്രിസ്റ്റീന, ബെഞ്ചമിൻ അറിഞ്ഞുകൊണ്ട് തെറ്റിച്ചു പറഞ്ഞു. അല്ല സാർ, ഐ ലവ് സ്റ്റെല്ല, എൻറിക്ക് സന്തോഷത്തോടെ പറഞ്ഞു. ഓഹോ, സ്റ്റെല്ല നല്ല കുട്ടിയാ, പാവമ, കണ്ടാലേറിയ, ബെഞ്ചമിൻ പുഞ്ചിരിയോടെ പറഞ്ഞു. അതെ സാർ, അവൾക്ക് എന്നെയും വളരെ ഇഷ്ടമാണ്. ഓ ആണല്ലേ, ശരി. അപ്പോൾ ഇനി കല്യാണമൊക്കെ എപ്പോഴാ? ബെഞ്ചമിൻ ചോദിച്ചു. അത് ഇവിടെ നിന്നും ഷൂട്ട് കഴിഞ്ഞ് പോയാൽ ഉടൻ തന്നെ എൻ്റെ പാരൻസിനോട് അവളുടെ കാര്യം പറയും. എൻ്റെ ഇഷ്ടം തന്നെയാണ് അവരുടെ ഇഷ്ടം, പിന്നെ അവർ തീരുമാനിക്കുന്ന പോലെ വെഡിങ്. ശരി, നീ ആഗ്രഹിക്കുന്ന പോലെ എല്ലാം നടക്കട്ടെ. ഓക്കെ, വാ പോകാം, ബെഞ്ചമിൻ പറഞ്ഞു. എൻറിക്ക് സന്തോഷത്തോടെ തിരിഞ്ഞ് താഴേക്ക് നടന്നു. പെട്ടെന്ന് തന്നെ ബെഞ്ചമിൻ്റെ ഉള്ളിലെ സ്നേഹം ദേഷ്യമായി മാറി. ബെഞ്ചമിൻ്റെ കണ്ണുകൾ ചുമന്നു. ഒരിക്കലും അവളെ ഞാൻ വിട്ടുതരില്ല, നിന്റെ ആഗ്രഹങ്ങൾ ഒന്നും നടക്കാൻ പോകുന്നുമില്ല, അയാൾ മനസ്സിൽ പറഞ്ഞു. ശേഷം അവർ താഴേക്ക് ചെന്നു.
താഴേക്ക് വരുന്ന ബെഞ്ചമിനെ കണ്ട് എല്ലാവരും ബഹുമാനപൂർവ്വം എണീറ്റു. വരൂ സാർ, അലൻ അടുത്തുള്ള കസേരയിലേക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വിളിച്ചു. ബെഞ്ചമിൻ നിരത്തി വെച്ചിരിക്കുന്ന വിഭവങ്ങൾ നോക്കി. ആഹാ, ഇത് കുറേ ഉണ്ടല്ലോ, അയാൾ പറഞ്ഞു. അത് കേട്ട് എല്ലാവരും ചിരിച്ചു. ജൂലി അയാൾക്കെല്ലാം വിളമ്പിക്കൊടുത്തു. എല്ലാവരും ഇരുന്നു. അങ്ങോട്ടേക്ക് വെറോണിക്കയും സിസ്റ്റേഴ്സും എത്തി. അവരും ബെഞ്ചമിനടുത്തായിരുന്നു. എല്ലാവരും പരസ്പരം ഒന്നും മിണ്ടാതെ ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. ആഹാ, ഇതെന്താ ആരും ഒന്നും മിണ്ടാത്തത്? എന്തേലൊക്കെ പറ, ബെഞ്ചമിൻ പറഞ്ഞു. സാർ, എനിക്കൊരു ഡൗട്ട്, ബ്രൂണോ ചോദിച്ചു. എന്താണേലും ചോദിച്ചോളൂ. സാറിൻ്റെ ഫാമിലിയിലെ എല്ലാവരും ഇങ്ങനെ കാണാൻ ഭയങ്കര ലുക്കാണോ? എന്താ നിങ്ങളുടെ സ്കിൻ്റെയൊക്കെ രഹസ്യം? ബ്രൂണോ ചോദിച്ചു. അത് കേട്ട് ബെഞ്ചമിനും സിസ്റ്റേഴ്സും പൊട്ടിച്ചിരിച്ചു. ബാക്കി എല്ലാവരും ബ്രൂണോനെ തുറച്ചു നോക്കി. അല്ല, സീക്രട്ടാണെങ്കിൽ പറയണ്ട, ചമ്മലോടെ ബ്രൂണോ പറഞ്ഞു. എന്ത് സീക്രട്ട്? അങ്ങനെയൊന്നുമില്ല, ഞങ്ങളുടെ ബ്യൂട്ടി സീക്രട്ട് ബ്ലഡാണ്, ബെർലീന പറഞ്ഞു. ബെഞ്ചമിന് വെറോണിക്കയും ബെർലീനയെ ഗൗരവത്തിൽ നോക്കി. വാട്ട്, ബ്ലഡ്? ആംബർ അറപ്പൊടി ചോദിച്ചു. അതെ, ഇതങ്ങനെ ആർക്കും അറിയില്ല. പാരമ്പര്യമായി ഞങ്ങളുടെ ഫാമിലി കരിമ്പൂച്ചകളുടെ രക്തം കുടിക്കാറുണ്ട്. ബെർലീന പറഞ്ഞു നിർത്തിയതും വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്ന ക്രിസ്റ്റീന വേഗം തന്നെ താഴേക്ക് തുപ്പി. എന്തായി കാണിക്കണേ ക്രിസ്റ്റി? അടുത്തിരുന്ന ജൂലി ഒച്ച വെച്ചു. നിങ്ങൾ പറയുന്നത് സത്യമാണോ? എബിൻ ചോദിച്ചു. അതെ, ആ ബ്ലഡ് കുടിക്കുന്നത് മനുഷ്യ സൗന്ദര്യം കൂട്ടും, പിന്നെ വെളുത്തു തുടുക്കും, ബെർലീന പറഞ്ഞുകൊണ്ട് സൂപ്പ് കോരി കുടിച്ചു. അൺബിലീവബിൾ, ജൂലി പറഞ്ഞു. വേണേൽ വിശ്വസിച്ചാൽ മതി, ബെർലീന പറഞ്ഞുകൊണ്ട് ജൂലിയെ ദേഷ്യത്തിൽ നോക്കി. ജൂലി തിരിച്ചവളെയും അതേ രീതിയിൽ നോക്കുകയും ചെയ്തു. ഗൈസ്, എനിക്ക് മതി, ഫുഡ് നല്ലതായിരുന്നു, ഗൗരവത്തോടെ ബെഞ്ചമിൻ പറഞ്ഞു. അയാളും വെറോണിക്കയും സിസ്റ്റേഴ്സും വേഗം തന്നെ കഴിച്ചു കഴിഞ്ഞ് അവരവരുടെ റൂമുകളിലേക്ക് പോയി. ബാക്കിയുള്ളവർ ടേബിളിൽ തന്നെ ഇരുന്ന് കഴിക്കുന്നുണ്ടായിരുന്നു. ഹോ, എന്താ അവളുമാരുടെ ഒരു ജാട! പണത്തിൻ്റെയും സൗന്ദര്യത്തിൻ്റെയും അഹങ്കാരം നല്ലോണം കാണാം, ജൂലി ദേഷ്യത്തിൽ പറഞ്ഞു. അവരെ പറഞ്ഞിട്ട് കാര്യമില്ല മോളെ, അഹങ്കരിക്കാൻ അവർക്ക് ദൈവം എല്ലാം അറിഞ്ഞു കൊടുത്തിട്ടുണ്ട്, ആംബർ പറഞ്ഞു. എന്നാലും ഈ പൂച്ചയുടെ ബ്ലഡൊക്കെ കുടിക്കുമെന്ന് പറഞ്ഞത് ഉള്ളത് തന്നെയാണോ ആവോ? റോസിൻ ചോദിച്ചു. എന്തായാലും അവൾമാർ സൂപ്പറാ, അഭിനയിക്കാൻ താല്പര്യമുണ്ടോ ആവോ? അവരെ വെച്ച് കുറച്ച് സീൻസ് ചെയ്താൽ നമ്മുടെ ഷോ വൈറലാകും, സന്ദീപ് പറഞ്ഞു. വൃത്തികേട് പറഞ്ഞാലുണ്ടല്ലോ, നീ ഇത്തരക്കാരനായിരുന്നോ? ക്രിസ്റ്റീന ദേഷ്യത്തിൽ ചോദിച്ചു. അയ്യേ, നീ ഉദ്ദേശിച്ചതുപോലെയല്ല ഞാൻ ഉദ്ദേശിച്ചത്, സന്ദീപ് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു. ഗായ്സ്, എല്ലാവരും കഴിച്ചിട്ട് വേഗം എഴുന്നേൽക്കാൻ നോക്ക്, നമുക്ക് നാളത്തെ സീൻസിനെ പറ്റി ഡിസ്കസ് ചെയ്യണ്ടേ. സന്ദീപ്, നിന്റെ സീരിയസ്നെസ്സൊക്കെ എവിടെ പോയി? ക്രിസ്റ്റീന, നീയല്ലേ ടീം ലീഡർ, ഓരോന്ന് പറഞ്ഞ് നിങ്ങൾ സമയം കളഞ്ഞോ? അലൻ ദേഷ്യത്തോടെ പ്ലേറ്റുമായി എഴുന്നേറ്റു. ആഹാ, ഇവനെത്രയ്ക്ക് ദേഷ്യപ്പെടാൻ ഇപ്പോൾ ഇവിടെ എന്താ ഉണ്ടായേ? ബ്രൂണോ ചോദിച്ചു. എങ്ങനെ ദേഷ്യപ്പെടാതെ ഇരിക്കും? എത്രയും പെട്ടെന്ന് ഷൂട്ട് കഴിഞ്ഞ് ഇവിടെ നിന്ന് പോകണമെന്ന് ചിന്തിക്കുമ്പോഴാണ് വെറോണിക്കയെയും അവളുടെ സിസ്റ്റേഴ്സിനെയും ഒക്കെ ഇടയിലേക്ക് നിങ്ങൾ എടുത്തിടുന്നത്. വേഗം വാ ഗായ്സ്, അവൻ നല്ല കലിപ്പില്ല, എൻട്രിക്ക് പറഞ്ഞുകൊണ്ട് പ്ലേറ്റുമായി അലൻ്റെ പുറകെ ചെന്നു. എല്ലാവരും ഭക്ഷണം വേഗം കഴിച്ചു കഴിഞ്ഞതിന് ശേഷം ഹാളിൽ ഒത്തുകൂടി. സന്ദീപ് അടുത്ത സീനിൻ്റെ ഡയലോഗ് അവർക്ക് കൈമാറി. ഇനി വരുന്ന കുറച്ച് സീൻസ് ബംഗ്ലാവിനകത്താണ്, അത് നമുക്ക് ലാസ്റ്റ് ഷൂട്ട് ചെയ്യാം. അതിന് മുൻപ് നമുക്ക് സെമിത്തേരിയിലെയും കാട്ടിലെയും സീൻസ് എടുക്കണം, സന്ദീപ് ഗൗരവത്തിൽ പറഞ്ഞു. എല്ലാവരും ശരിയെന്ന മട്ടിൽ തലയാട്ടി. ഓക്കെ ഗായ്സ്, ഇനി നമുക്ക് സെമിത്തേരിയിലെ ഷൂട്ട്, ഇന്ന് പോയി ആ പ്ലേസ് നമുക്ക് നിന്ന് ചെയ്തു നോക്കാം, സന്ദീപ് പറഞ്ഞു. ഓക്കെ ഗായ്സ്, എല്ലാവരും ഡയലോഗ് പഠിക്കാൻ നോക്ക്, ക്രിസ്റ്റീന പറഞ്ഞു. ഹാളിൻ്റെ ഒരു ഭാഗത്തായി ഇരുന്നു കൊണ്ട് അവർ ഡയലോഗ് പഠിക്കാൻ തുടങ്ങി. ബാക്കിയുള്ളവർ ഫോണിൽ നോക്കിക്കൊണ്ടിരുന്നു. പെട്ടെന്നായിരുന്നു അതിസുന്ദരിയായ വെറോണിക്കയുടെ ഡ്രസ് ചേഞ്ച് ചേർത്തുകൊണ്ടുള്ള വരവ്. എല്ലാവരും അത്ഭുതത്തോടെ അവളെ നോക്കി. ജീൻസും പിങ്ക് ടോപ്പും ധരിച്ചിരിക്കുന്നു. അതിലവളെ കാണാൻ 80s കാലഘട്ടത്തിലെ ഹോളിവുഡ് ഹീറോയിനെ പോലെ തോന്നിയിരുന്നു. സന്ദീപ് അവളെ നോക്കി പല്ലുകൾ കാട്ടി ചിരിച്ചു. അവൾ അവൻ്റെ അടുത്തേക്ക് ചെന്നു. എന്താ ഇവിടെ, എല്ലാവരും കാര്യമായി എന്തോ പഠിക്കുവാണല്ലോ, അവൾ ചോദിച്ചു. അടുത്ത സീനിലുള്ള ഡയലോഗ് പഠിക്കുക അവർ, സന്ദീപ് പറഞ്ഞു. വെറോണിക്ക പൊട്ടിച്ചിരിച്ചു. ആ ചിരി കണ്ട് ഒരു നിമിഷം എല്ലാവരും ഡയലോഗ് പേപ്പേഴ്സിൽ നിന്ന് കണ്ണെടുത്ത് അവളുടെ മനോഹാരിതയെ നോക്കി നിന്നു. ശരി, നിങ്ങൾ പഠിച്ചോളൂ, ഞാൻ ഇവിടെ ഇരുന്നോളാം,
വെറോണിക പറഞ്ഞുകൊണ്ട് എൻട്രിക്കിൻ്റെ അടുത്തായിരുന്നു. എല്ലാവരും ഡയലോഗ് പഠിക്കാൻ തുടങ്ങി. എപ്പോഴോ എൻട്രിക്ക് അവൻ്റെ അടുത്തായിരുന്ന വെറോണികയെ മെല്ലെ തലപൊക്കി നോക്കി. അവനെ അല്പം അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അവൾ അവനെ തന്നെ നോക്കിയിരിക്കുന്നു. അവൻ അല്പം ചമ്മലോടെ അവളെ നോക്കി ചിരിച്ചു. പെട്ടെന്ന് തന്നെ അവൾ അവനെ നോക്കി കണ്ണിറുക്കി. അവൻ ഞെട്ടലോടെ തലതിരിച്ച് കയ്യിലിരുന്ന പേപ്പറിലേക്ക് നോക്കി. അവൻ്റെ കണ്ണുകളെ അവന് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അവൻ രണ്ടും കൽപ്പിച്ച് വീണ്ടും അവളെ നോക്കി. അവളുടെ മനോഹരമായ കണ്ണുകളിൽ എന്തോ കാന്തശക്തിയുള്ളതുപോലെ അവന് തോന്നി. എന്താ ഇങ്ങനെ നോക്കുന്നേ? വെറോണിക ചോദിച്ചു. അതൊന്നുമില്ല, എൻട്രിക്ക് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് എണീറ്റു. അല്പം മാറിക്കിടന്ന ചെയറിലിരുന്നു. അത് വെറോണികയെ വല്ലാതെ സങ്കടപ്പെടുത്തി. ആദ്യമായാണ് ഒരാൾ അവളെ അവഗണിച്ച് അടുത്തു നിന്ന് മാറിയിരിക്കുന്നത്. വെറോണിക അല്പം സങ്കടത്തോടെ എൻട്രിക്കിനെ നോക്കി. എന്നാൽ അവൻ അവളെ നോക്കുന്നില്ല. അവളുടെ ഭാവം മാറി. പിന്നീട് കണ്ണുകൾ കൂർപ്പിച്ചുള്ള നോട്ടമായി. എൻട്രിക്ക് അല്പം ഗൗരവത്തോടെ അവളെ നോക്കി. വെറോണികയുടെ മുഖത്ത് പെട്ടെന്നൊരു ചിരി വിടർന്നു. എൻട്രിക്ക് അത് മൈൻഡ് ചെയ്യാത്ത പോലെ എണീച്ച് കിച്ചണിലേക്ക് പോയി. അവളും എണീറ്റ് അവനെ പിന്തുടർന്നു. സ്റ്റെല്ല ഇതൊന്നും ശ്രദ്ധിച്ചിരുന്നില്ല. അവളുടെ ശ്രദ്ധ മൊത്തവും ഡയലോഗ് തെറ്റിക്കാതെ പഠിക്കുക എന്നതിലായിരുന്നു. കിച്ചണിലെത്തിയ എൻട്രിക്ക് ഫ്രിഡ്ജ് തുറന്ന് വെള്ളം എടുത്തു കുടിച്ചു. കുടിച്ചു കഴിഞ്ഞ് ഫ്രിഡ്ജ് അടച്ചു തിരിഞ്ഞതും അവനെ ഞെട്ടിക്കുന്ന വിധം വെറോണിക അവൻ്റെ പുറകെ നിൽക്കുന്നുണ്ടായിരുന്നു. ഒരുപാട് വെള്ളം കുടിക്കുന്നുണ്ടല്ലോ, എന്തു പറ്റി? വെറോണിക ചോദിച്ചു. എക്സ്ക്യൂസ് മീ, നിങ്ങൾക്ക് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ? എന്നെ കാര്യമായി നോക്കുന്നുണ്ടായിരുന്നല്ലോ, എൻട്രിക്ക് ഗൗരവത്തോടെ ചോദിച്ചു. യെസ്, എനിക്കൊരു കാര്യം പറയാനുണ്ട്. വെറോണിക അവനരികിലേക്ക് അടുത്തു. കാതിൽ പറഞ്ഞു. ഐ ലവ് യു. എൻട്രിക്ക് ഞെട്ടി പുറകോട്ടേക്ക് മാറി. വാട്ട്? എൻട്രിക്ക് ദേഷ്യത്തോടെ ചോദിച്ചു. യെസ്, ഒരാളോട് ഇഷ്ടം തോന്നാൻ അധിക ടൈമൊന്നും വേണ്ട എൻട്രിക്ക്. കാണുന്നവരോടെല്ലാം ഇഷ്ടം പറഞ്ഞു നടക്കുന്ന ഒരു പെണ്ണുമല്ല ഞാൻ, വെറോണിക പറഞ്ഞു. എൻട്രിക്ക് എന്ത് പറയണമെന്നറിയാതെ നിന്നു. പറ എൻട്രിക്ക്, നിനക്കെന്നെ ഇഷ്ടപ്പെടാൻ കഴിയില്ലേ? വെറോണിക അവൻ്റെ കൈകളിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു. അവൻ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി. അവൾ അവനെയും. പെട്ടെന്ന് അങ്ങോട്ടേക്ക് ക്രിസ്റ്റീന നടന്നെത്തി. മുഖത്തോട് മുഖം നോക്കി ചേർന്ന് നിൽക്കുന്ന അവരെ കണ്ടുകൊണ്ട് ക്രിസ്റ്റീന ചോദിച്ചു. വാട്ട്സ് ഹാപ്പനിങ് ഹിയർ? എൻട്രിക്ക് വേഗം തന്നെ വെറോണികയെ പുറകിലേക്ക് തള്ളിമാറ്റി. മേലാൽ ഇനി ഇങ്ങനത്തെ നമ്പറുമായി എൻ്റെ അടുത്തേക്ക് വരരുത്, എൻട്രിക്ക് ദേഷ്യത്തിൽ പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോയി. അത് വെറോണികയെ വല്ലാതെ നാണം കെടുത്തി. വെറോണിക ദേഷ്യത്തിൽ ക്രിസ്റ്റീനയെ നോക്കി. ക്രിസ്റ്റീന ഒന്നും അറിയാത്തതുപോലെ ഫ്രിഡ്ജിൽ നിന്നും വെള്ളമെടുത്തുകൊണ്ട് ഹാളിലേക്ക് ചെന്നു. എന്നെ ഇൻസൾട്ട് ചെയ്തുവല്ലേ? കാണിച്ചു തരാം, വെറോണിക മനസ്സ് ചിന്തിച്ചുറപ്പിച്ചു. സമയം കുറച്ച് പിന്നിട്ടു. സന്ദീപ് ഉറക്കെ വിളിച്ചു പറഞ്ഞു. ഗൈസ്, എല്ലാവരും ഡയലോഗ് പഠിച്ചു കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. നമുക്കിന്ന് സെമിത്തേരിയിലേക്ക് പോയാലോ? ഐ എം റെഡി, ക്യാമറയും പിടിച്ചുകൊണ്ട് അലൻ പറഞ്ഞു. എല്ലാവരും റെഡിയായി. ആ 11 പേരും സെമിത്തേരിയിലേക്ക് പോകാനായി ഇറങ്ങി. ഹേയ് വെയിറ്റ് ഗൈസ്, ഞങ്ങളുമുണ്ട്. ബംഗ്ലാവിന് പുറത്തേക്ക് ഇറങ്ങിയതും പുറകിലൊരു വിളി കേട്ട് അവർ നിന്നു. വെറോണികയും സിസ്റ്റേഴ്സ് നിൽക്കുന്നു. ഞങ്ങൾ ഷൂട്ട് കാണാൻ വന്നോട്ടെ? ബെർലീനെ ചോദിച്ചു. അതിനെന്താ, വന്നോളൂ, സന്ദീപ് സന്തോഷമടക്കാൻ വയ്യാതെ പറഞ്ഞു. അവർ 3 പേരും കേൾക്കേണ്ട താമസം പുറത്തേക്കിറങ്ങി അവർക്കടുത്തേക്ക് ചെന്നു. വെറോണിക എൻട്രിക്കിനടുത്തായി നിന്നു. അവൻ അല്പം ദേഷ്യത്തിൽ അവളെ നോക്കി. വെറോണിക അവനെ നോക്കി വീണ്ടും സ്നേഹത്തോടെ കണ്ണിറുക്കി. അത് കണ്ട് അവൻ അല്പം ദേഷ്യത്തോടെ അവളുടെ അടുത്തു നിന്ന് നീങ്ങി സ്റ്റെല്ലയുടെ അടുത്തായി നിന്നു. അവർ ഒട്ടും വൈകാതെ തന്നെ സെമിത്തേരിയിലേക്ക് നടന്നു. ബംഗ്ലാവിന് പുറകുവശത്തൂടെ നടന്നവർ അടുത്തുള്ള പറമ്പിലെത്തി. അവിടെ നിന്നും കുറച്ച് ദൂരം പിന്നിട്ടാൽ മതി. പറമ്പ് നിറച്ചും പുല്ല് നിറഞ്ഞിരുന്നു. ഹീൽസ് ധരിച്ചിരുന്നതിനാൽ ഡാർസി നടക്കുന്നതിനിടെ മെല്ലെ വീഴാൻ പോയി. തോബിയാസ് അവളെ കൈകളെ താങ്ങി പിടിച്ചു. ഡാർസി അവനെ അല്പം സ്നേഹത്തോടെ നോക്കി. ആ നോട്ടം തോബിയാസിന് നന്നെ പിടിച്ചു. ആ നോട്ടത്തിൽ തന്നെ അവൻ അവളിലേക്ക് ആകർഷിതനായിരുന്നു. കുട്ടി വേണേൽ എന്നെ പിടിച്ചോളൂട്ടോ, അല്ലേ ചേച്ചി വീഴാൻ പോയ പോലെ സ്ലിപ്പാകും, ബ്രൂണോ ബെർലീനയോട് പറഞ്ഞു. ബെർലീന തിരിച്ചൊന്നും പറയാതെ ബ്രൂണോവിന് നേരെ കൈനീട്ടി. അവൻ അത്ഭുതത്തോടെ അവളെ നോക്കി. എന്നിട്ട് അവളുടെ കയ്യിൽ പിടിച്ചു. അവർ ഒരുമിച്ച് നടന്നു നീങ്ങി. ക്രിസ്റ്റി, അത് കണ്ടില്ലേ? തോബിയാസ് ആ ഡാസിയുടെ ഒപ്പം നടക്കുന്നത്. പിന്നിതേ ആ ബ്രൂണോ ബെർലീനയുടെ കയ്യിൽ പിടിച്ച് ചേർന്ന് നടക്കുന്നത് നോക്കിയേ, ജൂലി ദേഷ്യത്തോടെ പറഞ്ഞു.
എന്താ ഇവന്മാർക്ക് പറ്റിയത്? ക്രിസ്റ്റീന ചോദിച്ചു. കുറച്ച് സൗന്ദര്യമുള്ളവരെ കണ്ടപ്പോൾ ഉള്ള ഇളക്കമാ, ആംബർ പറഞ്ഞുകൊണ്ട് വേഗത്തിൽ നടന്നു നീങ്ങി. ഇതൊന്നുമല്ല, ഇതിലും വലുതാ ഞാൻ കിച്ചണിൽ നേരത്തെ കണ്ടത്. ഞാനപ്പോൾ അവിടെ എത്തിയില്ലായിരുന്നേ, വേറെ എന്തെങ്കിലുമൊക്കെ നടന്നേനെ, ക്രിസ്റ്റീന താഴ്ന്ന ശബ്ദത്തിൽ ജൂലിയോട് പറഞ്ഞു. ഇതെങ്ങനെ വിട്ടാൽ പറ്റില്ല, ജൂലി പറഞ്ഞു. വേണ്ട പോലെ ഞാൻ ഇതിനെപ്പറ്റി സംസാരിച്ചോളാം പിന്നീട്. നീ വാ, നമുക്ക് നടക്കാം, ക്രിസ്റ്റീന പറഞ്ഞുകൊണ്ട് നടന്നു. അവർ എല്ലാവരും നടന്ന് സെമിത്തേരിയിലെത്തി. സെമിത്തേരിയുടെ ഗേറ്റിന് മുന്നിലായി അവർ ഏവരും വന്നു നിന്നു. ഇതിനു മുൻപേ അവിടം കണ്ടതാണെങ്കിലും അന്നൊരു രാത്രി ദിവസമായതിനാൽ ഒന്നും അങ്ങോട്ട് വ്യക്തമല്ലായിരുന്നു. സെമിത്തേരിയുടെ ആ കാഴ്ചകൾ അവർ എല്ലാവരും അങ്ങനെ നോക്കി നിന്നുപോയി. കണ്ടാൽ തന്നെ ഒരുതരം ഭയം തോന്നിപ്പിക്കുന്നു. വളരെ പഴക്കമുള്ളതാണെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ വ്യക്തം. മതിലുകളും ചില കല്ലറകളും പൊളിഞ്ഞിരിക്കുന്നു. ആകെ മൊത്തം കരിയിലകളാൽ മൂടപ്പെട്ടിരിക്കുന്നു. അലൻ ഗേറ്റ് തള്ളി. വളരെ നീണ്ട ഒരു ശബ്ദത്തോടെ ഗേറ്റ് മെല്ലെ തുറന്നു. എല്ലാവരും മെല്ലെ നടന്ന് സെമിത്തേരിക്കകത്തേക്ക് ചെന്നു. ഹോ, എത്ര പേരുടെ കല്ലറകളാണ് എവിടെ? ഇവരൊക്കെ എങ്ങനെയാണാവോ ചത്തത്? ചുറ്റിനെ നോക്കിക്കൊണ്ട് എബിൻ പറഞ്ഞു. ഇവിടെ ഒരുപാട് നേരം എന്നെക്കൊണ്ട് നിൽക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, ക്രിസ്റ്റീന മുഖം പൊത്തിക്കൊണ്ട് പറഞ്ഞു. എന്ത് പറ്റി ക്രിസ്റ്റി? ആംബർ അവളുടെ തോളത്ത് പിടിച്ചുകൊണ്ട് ചോദിച്ചു. എനിക്കെന്തോ ചുറ്റുപാടും കണ്ടിട്ട് പേടിയാകുന്നു, ക്രിസ്റ്റീന അസ്വസ്ഥതയോട് പറഞ്ഞു. ഹോ, ഒന്ന് പോടി. പിന്നെ സെമിത്തേരി എന്ന് കേട്ടാൽ ആരായാലും ഒന്ന് പേടിക്കില്ലേ? നിന്നെ പോലെയാ ഞങ്ങൾ. എല്ലാവർക്കും ഉള്ളിലൊരു ചെറിയ പേടി തട്ടിയിട്ടുണ്ട്, എബിൻ പറഞ്ഞു. എന്നാലേ എല്ലാവരും വേഗം അവരവരുടെ പൊസിഷൻസ് നിൽക്കണേ. നമുക്ക് ഷൂട്ട് വേഗം അങ്ങ് ചെയ്ത് നോക്കാം, എന്നിട്ട് വേഗം തന്നെ പോകാം, അലൻ ക്യാമറ സ്റ്റാൻഡ് താഴെ വെച്ച് പിടിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. സന്ദീപ് വേഗം തന്നെ സ്ക്രിപ്റ്റ് പേപ്പർ നോക്കി പൊസിഷൻസ് പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി. വെറോണിക്കയും സിസ്റ്റേഴ്സും ഒരു ഭാഗത്തേക്ക് മാറി നിന്ന് എല്ലാം കണ്ടുകൊണ്ടിരുന്നു. സന്ദീപ് ഇടയ്ക്ക് അവരെ മൂന്നുപേരെയും നോക്കി ചിരിക്കുന്നുണ്ട്. അവർ അവനെ നോക്കി പുഞ്ചിരിക്കുന്നു. പൊസിഷൻസ് എല്ലാം പറഞ്ഞു കഴിഞ്ഞ ശേഷം സന്ദീപ് അലൻ്റെ അടുത്തായി മാറി നിന്നു. ഓക്കെ, അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ എല്ലാവരും മാക്സിമം ചെയ്ത് നോക്ക്, എന്നാലേ നാളെയും നല്ലോണം ചെയ്യാൻ പറ്റൂ, സന്ദീപ് പറഞ്ഞു. എല്ലാവരും കഥാപാത്രങ്ങളായി മാറാൻ റെഡിയായി നിന്നു. സന്ദീപ് അല്പം ശബ്ദമുയർത്തി പറഞ്ഞു. ആക്ഷൻ. എല്ലാവരും ഡയലോഗുകൾ പറഞ്ഞ് അഭിനയം തുടങ്ങി. ഇതിനിടെ അല്പം ശബ്ദം താഴ്ത്തിക്കൊണ്ട് ഡാസി വെറോണിക്കയോട് ചോദിച്ചു. എന്തായി, അവനെ വളച്ചെടുത്തോ? ഞാൻ ഉദ്ദേശിച്ചതിലും അവൻ ആളൊരൽപ്പം ടഫാണ്, പക്ഷേ ഞാൻ വീഴ്ത്തും, വെറോണിക അല്പം നീങ്ങി നിന്ന് അഭിനയിച്ച് തിമിർക്കുന്ന എൻറിക്കിനെ നോക്കി പറഞ്ഞു. ഈ കൂട്ടത്തിലെ എല്ലാവന്മാരും വായി നോക്കികളാ. ഇങ്ങനെ പോയാൽ എല്ലാവരുടെയും കഴുത്തിൽ എൻ്റെ പല്ലിൻ്റെ 2 പാടുണ്ടാകും, ബെർലിനെ പറഞ്ഞു. എന്തായാലും ഇപ്പോൾ നടക്കാൻ പോകുന്ന കാഴ്ച ഇവരെന്തായാലും ജീവിതത്തിൽ മറക്കാൻ പോകുന്നില്ല, വെറോണിക ചുണ്ടുകടിച്ച് പിടിച്ചുകൊണ്ട് പറഞ്ഞു. ആഹാ, ഇൻട്രസ്റ്റിംഗ്. എന്ത് പണിയാ നീ ചെയ്യാൻ പോണേ? ഡാസി ചോദിച്ചു. ജസ്റ്റ് വെയിറ്റ് ആൻഡ് സീ, വെറോണിക പറഞ്ഞുകൊണ്ട് അവളുടെ 2 കൈകളും മെല്ലെ ഉയർത്തി. പെട്ടെന്ന് തന്നെ അവിടെയെങ്ങും ഇരുട്ട് പടർന്നു കയറുന്ന പോലെ അവർക്ക് തോന്നി. അവർ എല്ലാവരും പേടിച്ച് ആകാശത്തേക്ക് നോക്കി. മേഘങ്ങൾ കറുത്തു കൂട്ടം കൂടി നിൽക്കുന്നു. പെട്ടെന്നൊരു മഴ പ്രതീക്ഷിക്കാം. ഓ, ദേ മഴ, ഇനിയിപ്പോൾ എന്തു ചെയ്യും? സന്ദീപ് ദേഷ്യത്തോടെ പറഞ്ഞു. ഇതിപ്പോൾ എങ്ങനെ പെട്ടെന്ന്? റോസ്ലിൻ പറഞ്ഞു നിർത്തുന്നതിന് മുൻപേ പെട്ടെന്നൊരു ഇടിമിന്നി. ആ മിന്നലിൻ ശബ്ദം ഭൂമിയെ പിളർക്കുന്ന പോലെ അവർക്ക് തോന്നി. അത്രയ്ക്ക് ഭയാനകമായിരുന്നു അത്. ജൂലിയും സ്റ്റെല്ലയും റോസ്ലിനും പേടിച്ച് ശബ്ദമുണ്ടാക്കി. വെറോണിക്കയും സിസ്റ്റേഴ്സും പേടിച്ചഭിനയിച്ചുകൊണ്ട് അവർക്കരികിലേക്ക് ഓടിയെത്തി. നല്ല മഴ വരുന്നുണ്ടെന്ന് തോന്നുന്നു, നമുക്ക് പോയാലോ? വെറോണിക പേടി സ്വരത്തിൽ പറഞ്ഞു. ശരിയാ ഗായ്സ്, വേഗം നടക്കാം, വാ, ക്രിസ്റ്റീന പറഞ്ഞു. അലൻ അവൻ്റെ ക്യാമറയും സ്റ്റാൻഡും എല്ലാം കയ്യിലെടുത്തു. എന്നാൽ പെട്ടെന്നൊരു വലിയ കാറ്റ് വീശി. ആ ശക്തിയേറിയ കാറ്റിൽ കരിയിലകൾ പൊങ്ങാൻ തുടങ്ങി. ഒപ്പം പറന്നു പൊങ്ങിയ മണ്ണ് അവരുടെ കണ്ണുകളിലേക്ക് അടിച്ചു കയറി. എല്ലാവരും കണ്ണുകൾ കൈകൊണ്ട് പൊത്തി. ഇതെന്താ, ചുഴലിക്കാറ്റോ? ബ്രൂണോ പേടിയോടെ വിളിച്ചു പറഞ്ഞു. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? അലൻ ഉറക്കെ ചോദിച്ചു. എല്ലാവരും മുഖം പൊത്തി കുനിയിരിക്കെ, എൻറിക്ക് പറഞ്ഞു. എല്ലാവരും വേഗം തന്നെ താഴെ കുത്തിയിരുന്നു. വെറോണിക ചിരി അടക്കി പിടിച്ചുകൊണ്ട് അവരെ പോലെ തന്നെ ഇരുന്നു. എന്നാൽ ആ കാറ്റ് അധിക നേരം നീണ്ടു നിന്നില്ല. അവളെ ഞെട്ടിച്ചുകൊണ്ട് പെട്ടെന്ന് തന്നെ ആ കാറ്റ് നിന്നു. പരിസരം നിശബ്ദമായി. എല്ലാവരും മെല്ലെ തലപൊക്കി നോക്കി. വെറോണിക അത്ഭുതത്തോടെ ഡാസിയെയും ബെർലിനെയും നോക്കി. ദേ നോക്ക്, ബെഞ്ചമിൻ, ബെർലീന അല്പം പേടിയോടെ ദൂരേക്ക് കൈ ചൂണ്ടി താഴ്ന്ന ശബ്ദത്തിൽ പറഞ്ഞു. വെറോണിക തല ചരിച്ചു നോക്കി.
ദൂരെ നിന്നും ഗൗരവത്തിൽ നടന്നു വരുന്ന ബെഞ്ചമിനെയാണ് അവൾ കണ്ടത്. എല്ലാവരും സന്തോഷത്തോടെ എണീറ്റു. ഇതെന്ത് മറിമായം, സാർ നടന്നു വന്നതും കാറ്റും പോയല്ലോ, അലൻ പുഞ്ചിരിയോടെ പറഞ്ഞു. അത് ശരിയാ, നല്ല ടൈമിംഗ്. ഇങ്ങനെയൊക്കെ സിനിമയിൽ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ, അത്ഭുതത്തോടെ ക്രിസ്റ്റീന പറഞ്ഞു. സന്ദീപിനും ബ്രൂണോയ്ക്കും ബെഞ്ചമിൻ്റെ ആ വരവ് അത്രയ്ക്ക് പിടിച്ചില്ലായിരുന്നു. ഷൂട്ട് മുടങ്ങിയല്ലേ, ഇപ്പോൾ ഇവിടെ മഴയുടെ സീസണാ, അതാ ഇങ്ങനെയൊക്കെ, ബെഞ്ചമിൻ പുഞ്ചിരിയോടെ പറഞ്ഞു. സാരമില്ല സാർ, ചെറിയൊരു പോർഷൻ മാത്രമേ ഇനി ഷൂട്ട് ചെയ്യാനുണ്ടായിരുന്നുള്ളൂ. ഇറ്റ്സ് ഓക്കെ, അലൻ വിനയത്തോടെ പറഞ്ഞു. ആ ഓക്കെ, നല്ല മഴ വരുന്നുണ്ട്, എല്ലാവരും വേഗം അകത്തേക്ക് വാ, പനി പിടിക്കണ്ട, പൊടുന്നനെ അല്പം ഗൗരവത്തോടെ പറഞ്ഞിട്ട് അയാൾ തിരിഞ്ഞു നടക്കാൻ ആരംഭിച്ചു. ഹോ, നമ്മളെന്താ കുഞ്ഞു കുട്ടികളോ, നമ്മൾ വലുതായില്ലേ, ഇയാൾക്കെന്താ നമ്മളെ കണ്ടിട്ട് അങ്ങനെ തോന്നുന്നില്ലേ? ബ്രൂണോ ദേഷ്യത്തോടെ ശബ്ദം താഴ്ത്തി അലനോട് പറഞ്ഞു. അലൻ അവനെ നോക്കി മുഖം ചൊളിച്ചു. എല്ലാവരും നടക്കാൻ ആരംഭിച്ചു. എന്നാൽ പെട്ടെന്നായിരുന്നു ക്രിസ്റ്റീനയുടെ ആ ഉറക്കെയുള്ള നിലവിളി. അത് കേട്ടത് ബെഞ്ചമിൻ വേഗം തന്നെ തിരിഞ്ഞ് അവർക്കരികിലേക്ക് നടന്നു. എല്ലാവരും അവൾ കൈ ചൂണ്ടുന്നിടത്തേക്ക് നോക്കി. അവൾ കൈ ചൂണ്ടുന്നത് സ്റ്റെല്ലയുടെ തൊട്ടു പിറകിലായാണ് ഒരു കറുത്ത പാമ്പ് പത്തി വിടർത്തി നിൽക്കുന്നു. സ്റ്റെല്ല മെല്ലെ പുറകിലേക്ക് നീങ്ങാൻ ശ്രമിച്ചിരുന്നുവെങ്കിലും അവളുടെ ഭയം കാലുകളെ ബലമില്ലാതെയാക്കിയിരുന്നു. താഴെ വീണവൾ കരയുന്നു. തൊട്ടു മുൻപിൽ പാമ്പ്. എല്ലാവരും എന്ത് ചെയ്യണമെന്നറിയാതെ പേടിച്ചു നിന്നു. സ്റ്റെല്ല, അനങ്ങല്ലേ, അങ്ങനെ തന്നെ ഇരിക്കൂ, എൻറിക്ക് പേടിയോടെ പറഞ്ഞു. എനിക്ക് പേടിയാകുന്നു, എന്തെങ്കിലും ഒന്ന് ചെയ്, അവൾ ഉറക്കെ കരഞ്ഞു. എല്ലാവരും അവളുടെ അവസ്ഥ കണ്ട് സങ്കടപ്പെട്ടു നിന്നു. വെറോണിക്കയുടെ മുഖം താൻ എന്തോ വലിയ കുറ്റം ചെയ്തു എന്ന മട്ട് ചുളിഞ്ഞു ചുമന്നു. എൻറിക്ക് ഒരു കമ്പെടുത്തു. എന്നാൽ പാമ്പിൻ്റെ അടുത്ത് ചെന്ന് ഓടിക്കാനുള്ള ധൈര്യം അവനുണ്ടായില്ല. അവൻ പേടിയോടെ അങ്ങനെ നിന്നു. വളരെ പെട്ടെന്നായിരുന്നു ബെഞ്ചമിൻ പകച്ചു നിൽക്കുന്ന എൻറിക്കിൻ്റെ കയ്യിൽ നിന്നും വടിമേടിച്ച് സ്റ്റെല്ലക്കരികിലേക്ക് നടന്നെടുത്തത്. സർ വേണ്ട, പേടികൊണ്ട് ക്രിസ്റ്റീന വിളിച്ചു പറഞ്ഞു. എന്നാൽ യാതൊന്നും കേൾക്കാൻ കൂട്ടാക്കാതെ സ്റ്റെല്ലക്കിരകിലായി ചെന്ന് വടികൊണ്ട് പാമ്പിനെ പൊക്കിയെടുത്തു. പേടികൊണ്ട് സ്റ്റെല്ല കണ്ണുകൾ അടച്ചു. എല്ലാവരും ആ കാഴ്ച അത്ഭുതത്തോടെ നോക്കി നിന്നു. അലൻ വേഗം തന്നെ ക്യാമറ ഓണാക്കി അതെല്ലാം ഷൂട്ട് ചെയ്തു. പിന്നെ ഒട്ടും വൈകാതെ പാമ്പിനെ ദൂരേക്ക് എറിഞ്ഞു. എന്നിട്ട് വടി താഴെയിട്ട ശേഷം കയ്യിലെ പൊടി തട്ടിക്കളഞ്ഞു. സ്റ്റെല്ല മെല്ലെ കണ്ണുകൾ തുറന്നു. അവൾ കണ്ടത് അവളുടെ അരികിലായി മുട്ടുകുത്തിയിരിക്കുന്ന ബെഞ്ചമിനെയാണ്. അയാൾ കണ്ണുകൾ ചിമ്മാതെ അവളെ നോക്കുന്നു. മുഖത്ത് ചെറു പുഞ്ചിരിയുണ്ട്. ക്രിസ്റ്റീനയും ജൂലിയും ആംബറുമെല്ലാം വളരെ അഭിമാനത്തോടെ ബെഞ്ചമിനെ നോക്കി. പാമ്പെവിടെ? സ്റ്റെല്ല പേടിയോട് ചോദിച്ചു. അതിന് മറുപടി പറയാൻ നിൽക്കാതെ ബെഞ്ചമിൻ അവളെ എടുത്തുകൊണ്ട് ബംഗ്ലാവിലേക്ക് നടന്നു. തങ്ങളുടെ അടുത്തൂടെ ബെഞ്ചമിൻ്റെ കൈകളിൽ കിടന്നു പോകുന്ന സ്റ്റെല്ലയെ മറ്റു പെൺകുട്ടികൾ അസൂയയോടെ നോക്കി നിന്നു. എൻറിക്കിന് അത് സഹിക്കാൻ കഴിഞ്ഞില്ല. സർ, എന്തിനാ ബുദ്ധിമുട്ടണേ, അവളെ ഞങ്ങൾ പിടിച്ചുകൊണ്ട് വന്നോളാം, ആംബർ പറഞ്ഞു. എന്നാൽ അതൊന്നും കേൾക്കാത്ത പോലെയാണ് ബെഞ്ചമിൻ നടന്നു പോയത്. ഇയാളാരാ, പാമ്പ് വേലായുധനോ? പാമ്പിനെ എടുത്ത് വടിയിൽ ചുരുട്ടിയെറിയാൻ അത്ഭുതത്തോടെ എബിൻ പറഞ്ഞു. എന്തായാലും ഇതെല്ലാം ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. കമോൺ ഗൈസ്, നമുക്ക് ബംഗ്ലാവിൽ പോയിട്ട് എല്ലാം വിശദമായിട്ട് കാണാം, സന്തോഷത്തോടെ അലൻ പറഞ്ഞു. ബെസ്റ്റ്, അലനെ നോക്കി മുഖം ചൊളിച്ചുകൊണ്ട് ക്രിസ്റ്റീന പറഞ്ഞു. കണ്ടു പഠിക്കുക അയാളെ, സ്വന്തം ജീവൻ പോകുന്ന കാര്യമായിട്ട് പോലും അവളെ രക്ഷിക്കാൻ കൂട്ടാക്കിയില്ലേ? നിങ്ങളൊക്കെ ആണുങ്ങളാണെന്ന് പറഞ്ഞ് നടക്കുന്ന എന്തിനാ? ദേഷ്യത്തിൽ പറഞ്ഞുകൊണ്ട് ആംബർ നടന്നു. അവൾക്കൊപ്പം ബാക്കി പെൺകുട്ടികളും വെറോണിക്കയും സിസ്റ്റേഴ്സും നടന്നു. കണ്ടില്ലേടാ, അയാൾ ഇവർക്ക് മുൻപിൽ ഒരു ഷോ ഇറക്കിയതാ. അദ്ദേഹത്തെ വിഷമില്ലാത്ത പാമ്പാ. അയാൾക്കല്ലേ ഇവിടുത്തെ പാമ്പുകളെ പറ്റി അറിയൂ. നമ്മൾ എന്ത് ചെയ്യാനാ? ബ്രൂണോ ചോദിച്ചു. ഇതെന്താ നീ അവർ പോകുന്നതിന് മുമ്പ് പറയാഞ്ഞേ? എൻറിക്ക് ബ്രൂണോൻ്റെ തലയിൽ തട്ടിക്കൊണ്ട് പറഞ്ഞു. ആ, അയാൾക്കിട്ടൊരു പണി കൊടുക്കാൻ നമുക്കൊരു അവസരം വരും, തോബിയാസ് പറഞ്ഞു. വരും, നോക്കിയിരുന്നോ, ഞാൻ പോണ്, സന്ദീപ് പറഞ്ഞുകൊണ്ട് സ്ക്രിപ്റ്റ് പേപ്പറുകൾ ചുരുട്ടിപ്പിടിച്ചുകൊണ്ട് നടന്നു. ബാക്കി എല്ലാവരും അവൻ്റെ പുറകെയും. മതി, എന്നെ താഴെ ഇറക്ക്, എൻ്റെ കാലിന് ഒരു കുഴപ്പമില്ല, എന്നെ ഇറക്കടോ, പോകുന്നതിനിടെ സ്റ്റെല്ല പറഞ്ഞുകൊണ്ടിരുന്നു. എന്നാൽ ബെഞ്ചമിൻ അതൊന്നും കേട്ട ഭാവം കാണിച്ചില്ല. അയാൾ വളരെ വേഗത്തിൽ നടന്നു. ബംഗ്ലാവിനകത്തെത്തി. ദാ, എന്നെ ആ സോഫയിൽ ഇരുത്തിയാൽ മതി, ഹാളിക്കണ്ട സോഫയിലേക്ക് കൈ ചൂണ്ടിക്കൊണ്ട് അവൾ പറഞ്ഞു. എന്നാൽ അയാളെ നടത്തം നിർത്തിയില്ല. മുകളിലേക്ക് സ്റ്റെപ്പുകൾ കയറി. അവൾ എത്ര പറഞ്ഞിട്ടും അയാൾ അതൊന്നും കേട്ടിരുന്നില്ല. അയാൾ തൻ്റെ റൂമിലേക്ക് ചെന്നു. അവളെ അയാളുടെ ബെഡിൽ കിടത്തി. വേഗം തന്നെ ചെന്ന് ഡോറടച്ചു. തനിക്ക് ചെവി കേട്ടൂടെ? എന്താ താനി കാണിക്കണേ?
അവൾ ദേഷ്യം കൊണ്ട് ഉറക്കെ വിളിച്ചു പറഞ്ഞു. ബെഞ്ചമിൻ ദേഷ്യത്തോടെ അവളെ നോക്കി. അവൾ ഞെട്ടി നിശബ്ദയായി പേടിയോടെ അവനെ നോക്കി. ബെഞ്ചമിൻ അവൾക്കരികിലേക്ക് ചെന്നു. അവൾ പേടിയോടെ പുറകിലേക്ക് നീങ്ങാൻ ശ്രമിച്ചു. ഹേ, എന്തിനാ നീ എന്നെ പേടിക്കണേ? ഞാനാ നിന്നെ രക്ഷിച്ചത്, കണ്ടില്ലേ? ബെഞ്ചമിൻ അവളുടെ കയ്യിൽ പിടിച്ച് വലിച്ചുകൊണ്ട് പറഞ്ഞു. അവൾ അയാളെ നോക്കാൻ കൂട്ടാക്കിയില്ല. പേടി കൊണ്ട് തല താഴ്ത്തി. ഹേയ്, എന്നെ നോക്ക്, പറ, എന്തിനാ ഇങ്ങനെ പേടിക്കണേ? നിനക്ക് വേണ്ടി ഞാൻ എത്ര വർഷം കാത്തിരുന്നു എന്നറിയോ? ബെഞ്ചമിൻ അവളുടെ മുഖം പിടിച്ച് ഉയർത്താൻ ശ്രമിച്ചു. എന്നാൽ അവൾ അനങ്ങുന്നില്ല. കണ്ണുകൾ അടച്ച് തല താഴ്ത്തി പിടിച്ചിരിക്കുന്നു. ബെഞ്ചമിൻ ഒരു നിമിഷം നിശബ്ദനായി. അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു. അവൻ അവളുടെ തലയെ സ്നേഹത്തോടെ മെല്ലെ തടവി. പറ, ഞാൻ എന്താ വേണ്ടേ? നീ എന്നെ നോക്കി സംസാരിക്കാൻ ഇനി ഞാൻ എന്താ ചെയ്യണ്ടേ? ഞാൻ നിന്റെ കൂടെയുള്ളവന്മാരെ പോലെ ഡ്രസ്സൊക്കെ ഇട്ട് സ്റ്റൈലാവട്ടെ? നീ പറ, ഞാൻ അതേപോലെ മാറാം. ബെഞ്ചമിൻ സങ്കടത്തോടെ പറഞ്ഞു. പ്ലീസ്, എന്നെ പുറത്തു വിട്, എനിക്ക് പേടിയാകുന്നു. സ്റ്റെല്ല ശബ്ദം താഴ്ത്തിക്കൊണ്ട് പറഞ്ഞു. ഹോ സ്റ്റെല്ല, നീ എന്താ എൻ്റെ സ്നേഹം മനസ്സിലാക്കാത്തേ? ബെഞ്ചമിൻ അവളുടെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു. എന്ത് സ്നേഹമോ? നിങ്ങൾ എന്തായി പറയണേ? സ്റ്റെല്ല ചോദിച്ചു. ഓക്കെ, വെയിറ്റ്, ഇത് നല്ല ഒരു സന്ദർഭം നോക്കി പറയാൻ നോക്കി ഓർത്തിരിക്കുകയായിരുന്നു ഞാൻ. പക്ഷെ വേണ്ട, ഇപ്പോൾ തന്നെ പറയാം. എൻ്റെ കണ്ണിലേക്ക് നോക്കൂ സ്റ്റെല്ല, ബെഞ്ചമിൻ അവളുടെ തോളത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു. അവൾ ഭയത്തോടെ അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി. സ്റ്റെല്ല, പ്ലീസ് ലവ് മീ. ഐ നീഡ് യുവർ ലവ്, ബെഞ്ചമിൻ സ്നേഹത്തോടെ പറഞ്ഞു. അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. അവളെ അത് വല്ലാതെ സങ്കടപ്പെടുത്തി. അവളുടെ മുഖത്ത് ഒരുതരം അലിവ് വന്നതുപോലെ ബെഞ്ചമിന് തോന്നി. നിങ്ങൾ ഇതേ വാചകം വേറെ ഏതെങ്കിലും പെൺകുട്ടിയോട് പറഞ്ഞു നോക്കൂ, ഒരുപക്ഷെ അവൾ വീണേക്കാം. എന്നാൽ പ്ലീസ് എന്നെ വിട്ടേക്ക്. എൻ്റെ ഉള്ളിൽ നിങ്ങളോടുള്ളത് പേടിയാണ്, പേടി മാത്രം. അറിഞ്ഞുകൊണ്ട് ഒരു മോൺസ്റ്ററിനെ കയറി സ്നേഹിക്കാൻ ജീവിതം ഒരു ഫെയറി ടെയിലല്ല, അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. ആകെ നിരാശനായി ബെഞ്ചമിൻ അവൾക്കടുത്തു നിന്നും എണീറ്റു. അയാൾ തലയ്ക്ക് കൈകൊടുത്തുകൊണ്ട് കുറച്ചു നേരം അങ്ങനെ നിന്നു. ഇതേ സമയം ക്രിസ്റ്റീനയും കൂട്ടരും പതുക്കെ നടന്ന് ബംഗ്ലാവിലെത്തിയിരുന്നു. ഈ ബെഞ്ചമിൻ സൂപ്പർ ഫാസ്റ്റ് പോലെ അവളെ എടുത്തുകൊണ്ട് ഇങ്ങോട്ടേക്ക് വരുന്ന കണ്ടാണല്ലോ. എന്നിട്ടിപ്പോൾ അയാൾ ഇതെവിടെ? ബ്രൂണോ ഹാളിൻ്റെ ചുറ്റിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു. മുകളിലുണ്ടാകും, ഞാൻ പോയി നോക്കിയിട്ട് വരാം, ജൂലി പറഞ്ഞുകൊണ്ട് മുകളിലേക്ക് ചെന്നു. ബാക്കിയുള്ളവർ ഷൂട്ട് ചെയ്ത ഭാഗങ്ങൾ കാണാൻ സോഫയിൽ ഒത്തുകൂടി. വെറോണിക്കയും സിസ്റ്റേഴ്സും ഒന്നും മിണ്ടാതെ അവരവരുടെ റൂമുകളിലേക്ക് പോവുകയും ചെയ്തു. ബെഞ്ചമിൻ അവൾക്കരികിലേക്ക് വീണ്ടും അടുത്തുകൊണ്ട് ചോദിച്ചു. അതെ, ഞാനൊരു മോൺസ്റ്റർ അല്ല. ഞാൻ ആരാന്ന് നിനക്കറിയോ? അവളുടെ ഉള്ളിൽ പേടി പടർന്നു. അയാളുമായി മുൻപുണ്ടായ ഭയപ്പെടുത്തുന്ന നിമിഷങ്ങൾ അവളുടെ മനസ്സിലേക്ക് ഓടിയെത്തി. ഞാൻ, ബെഞ്ചമിൻ പറഞ്ഞു തുടങ്ങിയതും അതിനൊരു അവസരം കൊടുക്കാതെ അവൾ പറഞ്ഞു തുടങ്ങി. നിങ്ങൾ ആരായാലും എനിക്ക് കുഴപ്പമില്ല, എനിക്കതൊന്നും അറിയണ്ട. നിങ്ങളൊരു സാധാരണ മനുഷ്യനല്ല, അത്രമാത്രം എനിക്കറിയാം. കൂടുതലൊന്നും കേൾക്കാനുള്ള ധൈര്യം എനിക്കില്ല. പ്ലീസ്, ഇവിടുത്തെ ഷൂട്ട് കഴിഞ്ഞ് ഞാനും എൻ്റെ ഫ്രണ്ട്സ് പൊക്കോളാം. ഞങ്ങളൊന്നും ചെയ്യരുത്. കൈകൾ കൂപ്പിക്കൊണ്ടുള്ള അവളുടെ ആ വാക്കുകൾ അവനെ വല്ലാതെ തളർത്തി. കൂടുതലൊന്നും അവളോട് പറയണമെന്ന് അവന് തോന്നിയില്ല. എത്ര പറയാൻ ശ്രമിച്ചാലും എല്ലാം വീണ്ടും താൻ വിചാരിക്കുന്നതിന് വിപരീതമായിട്ടാണ് നടക്കുന്നതെന്ന് അവൻ മനസ്സിലാക്കി. അയാൾ റൂമിൻ്റെ കതക് തുറന്നു. ഒരിടത്തു നിന്ന് നടന്നു വരുന്ന ജൂലിയെയാണ് അയാൾ കണ്ടത്. സ്റ്റെല്ല റൂമിൽ നിന്നും ജൂലിയുടെ അടുത്തേക്ക് ഓടി. ആഹാ, നീ ഇവിടെ ഉണ്ടായിരുന്നോ? നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? ജൂലി അവളെ അടിമുടി നോക്കിക്കൊണ്ട് ചോദിച്ചു. കുഴപ്പമൊന്നുമില്ല എന്ന മട്ടിൽ അവൾ തലയാട്ടി. ജൂലി റൂമിനടുത്തായി നിൽക്കുന്ന ബെഞ്ചമിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു. സർ, താങ്ക് യു സോ മച്ച്. എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. ഈ റോസം. ബെഞ്ചമിൻ അത് കേട്ട് അവളെ നോക്കി പുഞ്ചിരിച്ചു. ശേഷം റൂമിൽ കയറി കതകടച്ചു. വാസ്റ്റല്ല, നമുക്ക് ഇന്നടുത്ത് ഷൂട്ട് കാണാം. നീ കിടന്ന് കരഞ്ഞു പറഞ്ഞതൊക്കെ ആലൻ എടുത്തിട്ടുണ്ടത്രേ. ജൂലി അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് താഴേക്ക് ചെന്നു. താഴെയിരുന്നവർ എല്ലാവരും ഷൂട്ട് കണ്ടു. ബെഞ്ചമിൻ പാമ്പിനെ എടുത്തെറിയുന്ന സീൻ കണ്ടതും ക്രിസ്റ്റീനയും ആംബറും ജൂലിയും ആവേശത്തോടെ കൈയടിച്ചു. വെറോണിക്കയും സിസ്റ്റേഴ്സും മെല്ലെ നടന്ന് അവർക്കരികിലേക്ക് ചെന്നു. ആഹാ, വന്നിരിക്കൂ, നമുക്ക് ഷൂട്ട് കാണാം, ക്രിസ്റ്റീന അവരെ നോക്കിക്കൊണ്ട് പറഞ്ഞു. ഓ, ആ തിരക്കിനിടെ ഞാൻ നിങ്ങളെ അങ്ങ് വിട്ടുപോയി. നിങ്ങൾക്കൊന്നും പറ്റിയില്ലല്ലോ അല്ലേ? സന്ദീപ് വെറോണിക്കയുടെ അടുത്തേക്ക് സ്നേഹത്തോടെ അടുത്തു. ഇല്ല, ഞങ്ങൾക്കൊരു കുഴപ്പമില്ല, ബെർലീന പറഞ്ഞു. അയ്യോ,
എന്തു പറ്റി? വെറോണിക്കയുടെ മുഖം ആകെ വാടിയിരിക്കുന്നുവല്ലോ. സന്ദീപ് അവളുടെ താടിയെ പിടിച്ചുകൊണ്ട് ചോദിച്ചു. ഒന്നുമില്ല. സന്ദീപിൻ്റെ കൈ തട്ടി മാറ്റിക്കൊണ്ട് അവൾ സ്റ്റെപ്പുകൾ കയറി മുകളിലേക്ക് ചെന്നു. എല്ലാവരും സങ്കടപ്പെട്ട് കയറിപ്പോകുന്ന അവളെ നോക്കി. അവൾക്ക് തലവേദന ആണെന്ന് തോന്നുന്നു. വാ, നമുക്ക് കാണാം. എവിടെ കാണട്ടെ നിങ്ങളുടെ പെർഫോമൻസ്, ഡാസി പറഞ്ഞു. അവരെല്ലാവരും വീഡിയോ ആദ്യം തൊട്ട് ഇട്ട് കണ്ടു. വെറോണിക സങ്കടത്തോടെ ബെഞ്ചമിൻ അരികിലേക്ക് നടന്നു. റൂമിൽ സങ്കടപ്പെട്ട് ടേബിളിൽ തലചായ്ച്ചുറങ്ങുന്ന അവനെ അവൾ തട്ടി വിളിച്ചു. അവൻ കണ്ണുകൾ തുടച്ചുകൊണ്ട് അവളെ നോക്കി. സോറി ബെഞ്ചമിൻ, ഞാൻ നേരത്തെ ആ കാറ്റൊക്കെ ഉണ്ടാവാൻ കാരണം, അവൾ സങ്കടത്തോടെ പറഞ്ഞു. ഇറ്റ്സ് ഓക്കെ, ബെഞ്ചമിൻ പറഞ്ഞു. അവൻ്റെ കണ്ണുകൾ ആകെ കരഞ്ഞ് വാടിയിരിക്കുന്നത് അവൾ ശ്രദ്ധിച്ചു. എന്ത് പറ്റി ബെഞ്ചമിൻ, അവൾ ചോദിച്ചു. എൻ്റെ എല്ലാ പ്രതീക്ഷകളും ഇല്ലാതെയാവുകയാ. അവൾക്ക് എന്നെ സ്വീകരിക്കാൻ പറ്റില്ല വെറോണിക. അവൾക്കെന്നെ വെറുപ്പാ. ബെഞ്ചമിൻ എണീറ്റ് ജനലിനടുത്തേക്ക് നടന്നു. ഞാൻ പറഞ്ഞതല്ലേ, ഇത് പണ്ടത്തെ എസ്തറല്ല. അവളെ പറഞ്ഞ് മനസ്സിലാക്കുക എന്നത് എളുപ്പമല്ല, വെറോണിക പറഞ്ഞു. എല്ലാം എൻ്റെ തെറ്റാ. നിനക്കറിയോ, അവളുടെ മുൻപിൽ ഞാനൊരു മോൺസ്റ്ററാണ്, ബെഞ്ചമിൻ സങ്കടം സഹിക്കാൻ വയ്യാതെ പറഞ്ഞു. അവളുടെ ഉള്ളിലെ ആ പേടി നീ മാറ്റിയെടുക്കണം. അവൾ ഇഷ്ടപ്പെടുന്ന പോലെ നീ മാറണം. അവരുടെ ഗ്യാങ്ങിലെ ഒരാളെ പോലെ അവരുടെ ഒപ്പം നീ കൂടണം. അത് കേട്ടതും ബെഞ്ചമിൻ്റെ ഉള്ളിൽ വീണ്ടും പുതുപ്രതീക്ഷകൾ തെളിഞ്ഞു. നീ ചെല്ല്, ഞാൻ താഴേക്ക് വരാം, എന്തൊക്കെയോ മനസ്സിൽ ഉറപ്പിച്ച പോലെ ബെഞ്ചമിൻ പറഞ്ഞു. വെറോണിക താഴേക്ക് ചെന്നു. താഴെ വീഡിയോസ് കണ്ടിരിക്കുന്നവരുടെ അടുത്തായി ചെന്നിരുന്നു. പാമ്പിനെ എടുത്തെറിയുന്ന ആ സീൻ ക്രിസ്റ്റീനയുടെയും ജൂലിയുടെയും നിർബന്ധം കൊണ്ട് അവർ വീണ്ടും വീണ്ടും ആവർത്തിച്ചു കണ്ടു. പെട്ടെന്നാണ് അവർ മുകളിൽ നിന്നും ബെഞ്ചമിൻ്റെ ശബ്ദം കേട്ടത്. ഹേ ഗായ്സ്! ആ ശബ്ദത്തിന് ഒരു പ്രത്യേകത അവർക്ക് അനുഭവപ്പെട്ടു. ആകാംക്ഷയോടെ അവർ തിരിഞ്ഞ് അയാളെ നോക്കി. അവരെ ഞെട്ടിക്കുന്ന കാഴ്ചയാണ് അവർ കണ്ടത്. ക്രിസ്റ്റീനയും ജൂലിയും റോസ്നിയുമെല്ലാം കണ്ണു ചിമ്മാതെ അയാളെ നോക്കി. അവരിൽ ഒരാളെ പോലെ ഡ്രസ്സ് ധരിച്ച് ഹെയർ സ്റ്റൈൽ മാറ്റിക്കൊണ്ട് അയാൾ താഴേക്കിറങ്ങി വരുന്നു. ഓവേഴ്സൈസ്ഡായിട്ടുള്ള വൈറ്റ് ടീഷർട്ടും ബ്ലാക്ക് ജീൻസും ധരിച്ചിരുന്നതിനാൽ കുറച്ചുകൂടി പ്രായക്കുറവ് തോന്നിയിരുന്നു. കണ്ണിലേക്ക് വീണുകിടന്ന മുടി അല്പം ചുരുട്ടി 2 സൈഡിലേക്ക് ചീകിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അയാളുടെ മനോഹരമായ നെറ്റി എടുത്തെറിയുന്നു. മുടി ബാക്കിലേക്ക് ചീകി ഒതുക്കി വെച്ചിരിക്കുന്നു. ഒരു കോളേജ് കുമാരനെ പോലെ ഇറങ്ങി വന്ന അയാൾ അതിസുന്ദരനായി അവർക്ക് തോന്നി. ബെസ്റ്റ്, ഇനി ഇതിൻ്റെ ഒരു കുറവ് കൂടി ഉണ്ടായിരുന്നുള്ളൂ, ബ്രൂണോ അലൻ്റെ ചെവിയിൽ പറഞ്ഞു. ഓ സാർ, യു ലുക്ക് സോ ഹാൻസം, സന്തോഷത്തോടെ തുള്ളിച്ചാടിക്കൊണ്ട് ആംബർ പറഞ്ഞു. ബെഞ്ചമിൻ അവളെ നോക്കി മെല്ലെ മുഖം ചുളിച്ച് കണ്ണുകൾ ചിമ്മി. ആംബർ സന്തോഷത്തോടെ ഒന്ന് ഞെട്ടി. എല്ലാവരും ഷൂട്ടിംഗ് വീഡിയോ കാണുവാണല്ലേ? എവിടെ, ഞാനൊന്ന് കാണട്ടെ, ബെഞ്ചമിൻ എല്ലാവരെയും നോക്കിക്കൊണ്ട് പറഞ്ഞു. സർ വരൂ, ഇവിടെ ഇരിക്കൂ, സ്നേഹത്തോടെ ക്രിസ്റ്റീന അവൾക്കരികിലേക്ക് വിളിച്ചു. ബെഞ്ചമിൻ മുടിമെല്ലെ പുറകിലേക്ക് ഒതുക്കി വെച്ചുകൊണ്ട് അവൾക്കടുത്തായി ചെന്നിരുന്നു. ബാക്കി പെൺകുട്ടികൾ അവൻ്റെ ചുറ്റിനുമായി ചെന്നിരുന്നു. എന്നാൽ സ്റ്റെല്ല മാത്രം ജൂലിക്കടുത്തായി അല്പം പേടിയോടെ നിന്നു. എടാ കണ്ടില്ലേ, അവൻ പുതിയ നമ്പർ പുറത്തെടുക്കാൻ തുടങ്ങി, എബിൻ എൻറിക്കിനോട് പറഞ്ഞു. എൻറിക്ക് അതൊന്നും മൈൻഡ് ചെയ്യാതെ മുകളിലേക്ക് കയറിപ്പോയി. അവൻ്റെ പുറകെ സന്ദീപും എബിനും തോബിയാസും ബ്രൂണോയും ചെന്നു. ഹേയ്, എന്താ എല്ലാവരും പോണത്? ക്രിസ്റ്റീന ചോദിച്ചു. കണ്ട വീഡിയോ തന്നെ എങ്ങനെയാ വീണ്ടും വീണ്ടും കാണാൻ? അതായിരിക്കും, അലൻ പറഞ്ഞു. ശരി, എന്നാൽ നീയും പൊക്കോ, ഞങ്ങൾ ഇരുന്ന് കണ്ടോളാം, ജൂലി പറഞ്ഞു. അലൻ അല്പം ദേഷ്യത്തോടെ മുകളിലേക്ക് ചെന്നു. ബെഞ്ചമിനും ആ പെൺകുട്ടികളും വീഡിയോ കണ്ട് ഓരോന്ന് പറഞ്ഞ് പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി. അവരുടെ ചിരിയുടെ ശബ്ദം മുകളിൽ വരെ എത്തിയിരുന്നു. എനിക്കങ്ങോട്ട് ദേഷ്യം വരുന്നുണ്ട്. എന്താ അയാളുടെ ഒരു ഷോ? അയാളെ കണ്ടപ്പോൾ അവൾമാർക്ക് നമ്മളെ വേണ്ട, ബ്രൂണോ പറഞ്ഞു. ഇയാൾ അങ്ങനെ വിട്ടാൽ പറ്റില്ല. എന്തൊരു ഫേക്കാണ് അയാൾ. നമ്മുടെ സ്റ്റൈൽ കോപ്പി അടിച്ച് വലിയ ആളാകുന്നു, തോബിയാസ് ദേഷ്യത്തിൽ പറഞ്ഞു. അപ്പോൾ നീയൊക്കെ അയാളുടെ കസിൻസിനെ ട്യൂൺ ചെയ്യാൻ നോക്കുന്നതോ? അയാളതെങ്ങനെ അറിഞ്ഞാൽ നിന്നെയൊന്നും ഇവിടെ വെച്ചേക്കില്ല, അലൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അത് അവൾമാർക്ക് ഞങ്ങളോട് ഒരു ചെറിയ ഇതുണ്ടേടാ, അതല്ലേ? ആ ഡാസി എന്നോട് എന്തൊക്കെയാ പറഞ്ഞെന്നറിയോ? തോബിയാസ് പറഞ്ഞു. ഓഹോ, അപ്പോൾ അവിടെയും വരെ എത്തി കാര്യങ്ങളൊക്കെ. നമ്മൾ ഷൂട്ടിങ്ങിന് തന്നെയാണ് ഇവിടേക്ക് വന്നത്. സന്ദീപ്, നീയും അവൾമാരുടെ പുറകെയാണല്ലോ, അലൻ അല്പം കടുത്ത ശബ്ദത്തിൽ അവനെ നോക്കിക്കൊണ്ട് പറഞ്ഞു. സന്ദീപ് വളരെ സങ്കടത്തിൽ ഒന്നും മിണ്ടാതെ ബെഡിലിരിക്കുന്നതാണ് അവർ കണ്ടത്. സന്ദീപ്, എന്തു പറ്റി? അടുത്തിരുന്ന എൻറിക് അവനെ പിടിച്ച് കുലുക്കിക്കൊണ്ട് ചോദിച്ചു. സന്ദീപ് സങ്കടത്തോടെ തോബിയാസിനെ നോക്കി. അപ്പോൾ ഡാസിയെ നീ അങ്ങ് എടുത്തല്ലേ? ശരി, കുഴപ്പമില്ല, ബാക്കി 2 പേരുണ്ടല്ലോ, ആശ്വാസത്തോടെ അവൻ പറഞ്ഞു.
അതെ, ആ ബെർലിനിയെ നോക്കണ്ട, അവളെ ഞാൻ നേരത്തെ ഫിക്സ് ചെയ്തതാ. പിന്നെ അവൾക്കെന്നോട് ഒരല്പം ചായവുണ്ട്, ബ്രൂണോ പറഞ്ഞു. ഓഹോ, അപ്പോൾ ഞാനാരാ? ശശിയോ? ദേഷ്യത്തോടെ സന്ദീപ് ചോദിച്ചു. എടാ, വെറോണിക ഉണ്ടല്ലോ, അവൾ ഫ്രീ അല്ലേ? അവളാണെങ്കിൽ കാണാൻ കൂട്ടത്തിൽ ഏറ്റവും പക്വത ഉള്ളവളും. പിന്നെ ആ നീണ്ട മുടി, ഒന്നും പറയണ്ട, ഇവൻ പറഞ്ഞു. വേണ്ടടാ, അവളെ വേണ്ട, എൻട്രിക്ക് താഴ്ന്ന ശബ്ദത്തിൽ പറഞ്ഞു. അതെന്താ? ഇവൻ ചോദിച്ചു. അവൾ ആൾ ശരിയല്ല, എൻട്രിക്ക് പറഞ്ഞു നിർത്തിയതും അലൻ ദേഷ്യം സഹിക്കാൻ വയ്യാതെ ഒച്ചയെടുത്തു. സ്റ്റോപ്പ് ഇറ്റ്! എല്ലാവരും ഞെട്ടി അവനെ നോക്കി. നീയൊക്കെ ഈ കണക്കിന് പോയാൽ പറഞ്ഞ് കല്യാണം വരെ എത്തുമല്ലോ. എന്നിട്ട് അയാൾ അവരുടെ അടുത്തിരുന്ന് സംസാരിക്കുന്നത് നിനക്കൊക്കെ കുറ്റം. എല്ലാവരും അല്പം ചമ്മലോടെ അവനെ നോക്കി. ഞാനൊരു കാര്യം പറയാം, സൂക്ഷിച്ച് ദുഃഖിക്കണ്ട. മര്യാദയ്ക്ക് നിന്നില്ലേ ആ ബെഞ്ചമിൻ പാമ്പിനെ എടുത്തെറിഞ്ഞ പോലെ നിങ്ങളെ എറിയും. പിന്നെ ഞാൻ ഒന്നിനും ഇടപെടില്ല. ഞാനും അലൻ്റെ സൈഡാണ്. ലൈൻ അടിക്കുന്നതൊക്കെ കൊള്ളാം, ബട്ട് റിസ്ക് നിങ്ങൾ തന്നെ ഏറ്റെടുക്കണം, എൻട്രിക്ക് പറഞ്ഞു. പെട്ടെന്ന് തന്നെ താഴെ നിന്നും ഒരു പാട്ട് അവർ കേട്ടു. എടാ, അയാളല്ലേ ആ പാടുന്നേ? അത്ഭുതത്തോടെ ബ്രൂണോ ചോദിച്ചു. ഓ, പെൺകുട്ടികളെ മയക്കിയെടുക്കാൻ പറ്റിയ എല്ലാ കഴിവുകളും കൊടുത്ത് അവനെ ഭൂമിയിലേക്ക് പറഞ്ഞു വിട്ടിരിക്കുക ദൈവം, സന്ദീപ് പറഞ്ഞു. വാ, നമുക്ക് ചെന്ന് നോക്കാം അവിടെ എന്താ നടക്കണേന്ന്, എൻട്രിക്ക് പറഞ്ഞു. അവർ ആകാംക്ഷയോടെ താഴേക്ക് ചെന്നു. എൻട്രിക്കും കൂട്ടരും താഴെ എന്താണ് നടക്കുന്നതെന്നറിയാനുള്ള ആകാംക്ഷയിൽ ഓടിയെത്തി. ബെഞ്ചമിൻ അതിമനോഹരമായ ശബ്ദത്തിൽ പാടുന്നു, ഒപ്പം മെല്ലെ ചുവടുകൾ വയ്ക്കുന്നുണ്ട്. അയാളുടെ ആക്ഷൻസ് കാണാൻ തന്നെ വളരെ സ്റ്റൈലിഷ് ആയിരുന്നു. ക്രിസ്റ്റീനയും ജൂലിയുമെല്ലാം ആ പാട്ടിലങ്ങ് മയങ്ങിപ്പോയതുപോലെയാണ് ഇരിപ്പ്. ആംബർ വേഗം തന്നെ ചാടി എണീറ്റ് ബെഞ്ചമിനോടൊപ്പം ചുവടുകൾ വെച്ചു. അത് ബാക്കിയുള്ള ഗേൾസിന് അത്രയ്ക്കങ്ങ് പിടിച്ചില്ല. ബെഞ്ചമിൻ ഒന്ന് കറങ്ങി നിന്നു. എന്നിട്ട് ആംബറിന് നേരെ കൈകൾ നീട്ടി. അവൾ അത്ഭുതത്തോടെ ബെഞ്ചമിനെ നോക്കി. എന്നിട്ട് സന്തോഷത്തോടെ അയാളുടെ കൈകളിൽ പിടിച്ചു. അയാൾക്കൊപ്പം ഡാൻസ് ചെയ്യാൻ തുടങ്ങി. സ്റ്റെല്ലയ്ക്ക് ഒരു നിമിഷം പണ്ട് വായിച്ചു മറന്ന സിൻഡ്രല്ല സ്റ്റോറിയാണ് ഓർമ്മയിൽ വന്നത്. ആ കഥയിലും കഥാപാത്രങ്ങൾ ഇതേപോലെ അവസാനം ഡാൻസ് ചെയ്യുന്നുണ്ട്. ബെഞ്ചമിൻ അവളെ പിടിച്ചു കറക്കി. ആംബർ സന്തോഷം കൊണ്ട് മുഖം പൊത്തി. അവളുടെ ഡാൻസിൽ അസൂയപ്പെട്ടിട്ടെന്ന വണ്ണം ക്രിസ്റ്റീന എണീറ്റു. ബെഞ്ചമിനടുത്തേക്ക് വന്നു. മേ ഐ ജോയിൻ യു സർ? ഏതോ കൊട്ടാരത്തിലെ രാജകുമാരിയെ പോലെ അവൾ ചോദിച്ചു. അലനും ബ്രൂണോയ്ക്കും അത് കണ്ട് ചിരിയടക്കാൻ കഴിഞ്ഞില്ല. അവർ ഒരു മൂലയിൽ മാറി നിന്ന് ഇതെല്ലാം കണ്ട് ചിരി തുടങ്ങി. ബെഞ്ചമിൻ ആംബറിനെ കയ്യിൽ നിന്ന് പിടിവിട്ട് ക്രിസ്റ്റീനയെ പിടിച്ച് ഡാൻസ് ചെയ്യാൻ ആരംഭിച്ചു. അയാൾ പാട്ട് നിർത്തിയില്ല. വീണ്ടും അതേ മനോഹാരിതയിൽ പാടുന്നു. ശേഷം അയാൾ ജൂലിയെയും റോസ്ലിനെയും ആംബറിനെയും എല്ലാം മാറി മാറി കൈകൾ പിടിച്ച് ഡാൻസ് ചെയ്തു. കൊള്ളാം, ഇയാളിതിനിടെ ഡാൻസും പഠിച്ചായിരുന്നോ? ഇവൻ ശബ്ദം താഴ്ത്തിക്കൊണ്ട് തോബിയാസിനോട് ചോദിച്ചു. തോബിയാസ് തിരിച്ചൊന്നും മിണ്ടുന്നില്ല. അവൻ ബെഞ്ചമിൻ്റെ ഡാൻസിൽ ലയിച്ചു പോയ പോലെ നിൽക്കുന്നു. അലൻ ഓടിച്ചെന്ന് സോഫയിൽ കിടന്ന ക്യാമറ എടുത്ത് എല്ലാം ഷൂട്ട് ചെയ്തു. ഓരോ ആംഗിളിലും മാറി മാറി അവൻ ആ ഡാൻസ് എടുത്തു. വെറോണിക്കയും സിസ്റ്റേഴ്സും അതെല്ലാം നോക്കിയിരിക്കുന്നുണ്ട്. ഞാൻ ചെല്ലട്ടെ? ബ്രൂണോ ചോദിച്ചു. എന്തിന്? എൻട്രിക്ക് മുഖം ചുളിച്ചുകൊണ്ട് അവനെ നോക്കി. അല്ല, വെറോണിക്കയും സിസ്റ്റേഴ്സും ഇരിക്കുന്ന കണ്ടില്ലേ, അവർക്ക് ഡാൻസിനൊരു കമ്പനി കൊടുക്കാൻ. അതിന് നിനക്ക് ഡാൻസ് ചെയ്യാൻ അറിയോ? ഇല്ല, അല്പം ചമ്മലോടെ ബ്രൂണോ പറഞ്ഞു. ബെഞ്ചമിൻ കറങ്ങിത്തിരിഞ്ഞ് റോസിൻ്റെ കൈകളിൽ നിന്ന് പിടിവിട്ട് സ്റ്റെല്ലയുടെ അടുത്തേക്ക് ചെന്നു.